Hello, good morning. Good morning, ma'am. Morning, ma'am. Good 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 morning, ma'am. Class ആണോ? നീ പറഞ്ഞോ. ഞാൻ ടൈപ്പ് ചെയ്തത്. ടൈപ്പ് ചെയ്തത് പറച്ചിലില്ല. Okay, once again, very good morning. അപ്പോ Good morning, ma'am. okay. Good morning. And I think 1 week classes നിങ്ങളുടെ അല്ലേ, നിങ്ങൾക്ക് ക്ലാസ്സസ് ഒരു വീക്കിന്റെ ക്ലാസ്സസ് കിട്ടിക്കഴിഞ്ഞു. ഒരു ആഴ്ചത്തെ ക്ലാസ്സുകൾ കഴിഞ്ഞപ്പോ എന്തൊക്കെയാണ് നിങ്ങൾക്ക് എന്തൊക്കെയോ കാര്യങ്ങൾ ചിലപ്പോ മൈൻഡിൽ ഉണ്ടാകാം. നിങ്ങളുടെ ക്ലാസ്സുകളെ കുറിച്ചിട്ടുള്ള നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ക്ലാസ്സുകളെ കുറിച്ചിട്ടുള്ള ഫീഡ്ബാക്ക് അറിയാൻ നമുക്കും ആഗ്രഹമൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് അതിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങളും പിന്നെ കൂടാതെ സാറിന്റെ ഒരു ക്ലാസ് ആണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇന്ന് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത്. പറഞ്ഞിരുന്നു അന്ന് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ തന്നെ ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിരുന്നു സാർ നിങ്ങൾക്ക് നമ്മുടെ സർട്ടിഫിക്കേഷൻ കോഴ്സിന്റെ ഡീറ്റെയിൽസ് ഒക്കെ കോഴ്സ് റിലേറ്റഡ് ആയിട്ട് നമ്മൾ ഇവിടുന്ന് പ്രൊവൈഡ് ചെയ്യുന്ന കാര്യങ്ങളെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് എല്ലാം തന്നെ സാർ ആയിരിക്കും നിങ്ങൾക്ക് പറഞ്ഞു തരിക, അല്ലെങ്കിൽ അതിന്റെ ഡൗട്ട്സ് ഒക്കെ ക്ലിയർ ചെയ്യുന്നത് സാർ ആയിരിക്കും. സാർ ഇപ്പൊ തന്നെ വരും കേട്ടോ, ഇപ്പൊ തന്നെ വരും. അപ്പൊ അതൊന്ന് തുടങ്ങുന്നതിന് മുമ്പ് ജസ്റ്റ് ഞാനൊന്ന് കയറിയതാണ് നിങ്ങളുടെ ക്ലാസ്സസിനെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ അങ്ങനത്തെയുള്ള കാര്യങ്ങളെ കുറിച്ച് ചില കാര്യങ്ങളൊക്കെ അറിയാനൊക്കെ വേണ്ടിയിട്ടാണ്. അപ്പൊ you may have some doubts regarding the classes or ക്ലാസ്സിനെ സംബന്ധിക്കുന്ന ക്ലാസ്സിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള കാര്യങ്ങൾ പറയാനുണ്ടായിരിക്കും. ജസ്റ്റ് അതൊന്നും അറിയാൻ വേണ്ടി കയറിയത് മാത്രമേ ഉള്ളൂ. അപ്പൊ സാറ് വരുമ്പോ ഞാൻ സാറിന് എന്റെ പ്ലേസ് മാറ്റി കൊടുത്തേക്കാട്ടോ. അപ്പോ എല്ലാവരും ഹാപ്പി ആണോ? ആദ്യം തന്നെ അതൊന്നും ചോദിക്കട്ടെ. Yes, ma'am. Happy. വളരെ ഹാപ്പിയാണ്. നിങ്ങൾ ഹാപ്പിയാണെന്ന് കേട്ടാലേ ഞങ്ങൾക്ക് ഹാപ്പി ആവുള്ളൂ ആൻഡ് ഞങ്ങൾക്ക് സാറ്റിസ്ഫൈഡ് ആവുള്ളൂ അല്ലെ. യുവർ ഹാപ്പിനെസ് ഈസ് അവർ ഹാപ്പിനെസ് ടു. ഞങ്ങളുടെയും കൂടി സന്തോഷമാണ് നിങ്ങൾക്ക് നല്ല ക്ലാസ്സുകൾ തരിക എന്നുള്ളത്. ആൻഡ് അറിയാം, നമുക്കറിയാലോ നമ്മളെല്ലാം മനുഷ്യരാണ്. ആൻഡ് മനുഷ്യന്മാർക്ക് പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകളും അതുപോലെ തന്നെ മൂഡ് സ്വിങ്സും ഒക്കെ ഉണ്ട്. അതനുസരിച്ച് ചിലപ്പോഴൊക്കെ ക്ലാസ്സുകൾ ചില രീതിയിലുള്ള ചില ദിവസങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ടാകും. അത് എല്ലാവർക്കും ഒരുപോലെ തന്നെയാണ്. മനുഷ്യരായതുകൊണ്ട് നമ്മൾ എപ്പോഴും നമുക്ക് ഫീലിങ്സ് നമ്മളിൽ എപ്പോഴും റിഫ്ലക്ട് ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ ആ ഒരു ലിമിറ്റേഷൻസ് എന്തെങ്കിലും തരത്തിലുള്ള പോരായ്മകൾ ക്ലാസ്സുകളെ ബാധിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ക്ലിയർ ചെയ്ത് തരിക എന്നുള്ളത് ഞങ്ങളുടെ റെസ്പോൺസിബിലിറ്റി ആണ്. അപ്പൊ അതിനെ കുറിച്ചൊക്കെ ഒന്ന് അറിയുക എന്ന് മാത്രമേ എന്റെ ലക്ഷ്യമുള്ളൂ. ഈ തുടക്കം ഇങ്ങോട്ട് കയറിയതിൽ സാറായിരിക്കും നിങ്ങൾക്ക് ക്ലാസ്സസ് തരാം. ആൻഡ് അതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോ കയറിയത്. എന്തെങ്കിലും പറയാനുണ്ടോ നിങ്ങൾക്ക് ക്ലാസ്സിനെ സംബന്ധിക്കുന്നത്? ഫസ്റ്റ് ഓഫ് ഓൾ ഇൻട്രൊഡക്ഷൻ ക്ലാസ്സുകളൊക്കെ എല്ലാവരും കേട്ടവർ തന്നെയാണോ? ലൈവിൽ അന്ന് നമ്മളുടെ ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിൽ ഉണ്ടായവർ തന്നെയാണോ ഇപ്പൊ ഈ ജോയിൻ ചെയ്തിരിക്കുന്നത്? അതെ. ആൻഡ് എല്ലാവരും തന്നെ ഏകദേശം എത്ര കുട്ടികളൊക്കെ ജോയിൻ ചെയ്യാറുണ്ട് നമ്മുടെ ഡെയിലി ക്ലാസ്സസിൽ? അല്ല, ഒരു ആവറേജ് അറൌണ്ട് എത്രയാ? 100 and സംതിങ് ഉണ്ടോ? 170 ഒക്കെ വരുന്നുണ്ട്. 170 above. ഓക്കെ. അപ്പൊ ഓക്കെ, അത് നമ്മള് തുടക്കമൊക്കെ അത്രയും കുട്ടികൾ ഉണ്ടാവാറുണ്ട്. പിന്നെ കുറച്ച് കഴിയുമ്പോൾ ചിലർ ഓരോന്നിലും എൻഗേജ്ഡ് ആയി തീരുമ്പോൾ ഈ റെക്കോർഡഡ് ക്ലാസ്സിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്ന ആളുകളും ഉണ്ടായിരിക്കും. ഇത് റെക്കോർഡ് ചെയ്ത് നമ്മൾ അങ്ങോട്ട് കൊടുക്കുമ്പോൾ അതും കൂടി അതായാലും മതി. കാരണം നമ്മൾ ചില സമയങ്ങൾക്ക് നമുക്ക് പല കാര്യങ്ങൾക്കും നമ്മുടെ സമയം മാറ്റി വെക്കേണ്ടി വരും. അപ്പൊ ചിലപ്പോൾ ഈ തന്നിരിക്കുന്ന ടൈം നിങ്ങൾക്ക് ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. അതുകൊണ്ട് അങ്ങനെ അങ്ങോട്ട് മാറും. അവർ റെക്കോർഡഡ് ക്ലാസ് കണ്ടോളും, കുഴപ്പമൊന്നുമില്ല. അപ്പൊ അതായാലും നമ്മൾ റെക്കോർഡഡ് ക്ലാസ് ആണെങ്കിലും നിർബന്ധമായിട്ട് നമ്മൾ തന്നെ ശ്രമിക്കണം. അത് കണ്ട് വാച്ച് ചെയ്തിട്ട് വേണം അടുത്ത ക്ലാസ്സുകൾ നമ്മൾ അറ്റൻഡ് ചെയ്യാനും. അത് ഒരു റെസ്പോൺസിബിലിറ്റി ആയിട്ട് നമ്മൾ ഏറ്റെടുക്കുക. കാരണം എല്ലാം കൂടി കൂട്ടിവെച്ച് ഒരുമിച്ച് എക്സാമിന്റെ 2 ദിവസം മുമ്പ് അല്ലെങ്കിൽ ഒരു വീക്ക് നിങ്ങൾക്ക്
അപ്പൊ ആ സമയത്ത് എല്ലാം തീർത്തോളം അങ്ങനെ ചെയ്യരുത്. കാരണം വൺസ് ഇത് ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, ഈ പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിട്ട് വരിക. നമ്മുടെ ഓൺ വേർഡ്സിലൊക്കെ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് എഴുതാൻ പറ്റുന്ന ആൻസർ ആണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു, നമുക്ക് മനസ്സിലാക്കി വെച്ചാൽ മതി, നമുക്ക് അങ്ങനെ. പക്ഷെ ഒരു ഓപ്ഷൻസ് തന്നിട്ട് അതിൽ നിന്ന് സെലക്ട് ചെയ്യാൻ പറയുമ്പോൾ ചിലപ്പോൾ നമുക്ക് ഇത് തന്നെയാണോ ആൻസർ, അതാണോ ആൻസർ എന്നൊക്കെ ചിലപ്പോൾ നമ്മളും കൺഫ്യൂസ്ഡ് ആകുന്ന രീതിയിലാണ് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസിന്റെ പ്രത്യേകത. അതാണ്. മാത്രമല്ല അതിൽ ഒരെണ്ണം തെറ്റിപ്പോയാൽ ഒരു മാർക്ക് നമ്മുടെ ഔട്ട് ഓഫ് 100 ആണെങ്കിൽ 100ൽ ഒരെണ്ണം കുറഞ്ഞു, ബാക്കി 99 ഉള്ളൂ. അങ്ങനത്തെ എത്രണ്ണം കുറയും, അങ്ങനെ കുറയാതൊക്കെ ഇരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തുടക്കം തുടങ്ങി എങ്ങനെയാണോ നമ്മൾ എടുക്കുന്ന ക്ലാസ്സുകൾ, 2 ടീച്ചേഴ്സ് 2 മണിക്കൂറാണ് നിങ്ങൾക്ക് ക്ലാസ്, അതും ഒരു കൺഫ്യൂഷൻ ആയിട്ട് ചില ആളുകൾ സൂചിപ്പിച്ചതായിട്ട് കണ്ടു. നമുക്ക് അതിനുള്ള ഇൻഫർമേഷൻസ് തന്നു. അത് അനുസരിച്ച് ഞാൻ ടീച്ചേഴ്സിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾ ഇറങ്ങി പോരുമ്പോ ഫസ്റ്റ് ക്ലാസ് കഴിഞ്ഞ് ഫസ്റ്റ് 10:30 to 11:30 ഒരു ടീച്ചർ ക്ലാസ് കഴിഞ്ഞ് പോരുമ്പോ അടുത്ത ക്ലാസ് ടീച്ചർ അവിടെ ഉണ്ട്, വരും എന്നുകൂടി ഒന്ന് അറിയിച്ചിട്ട് വരാൻ പറഞ്ഞിട്ടുണ്ട്. അത് നമ്മളുടെ ഭാഗത്ത് നിന്ന് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുന്ന ഒരു ക്ലാസ് ആയിരുന്നു ആ ഒരു സാറിന്റെ ക്ലാസ്. അപ്പൊ സാറ് പറയുമായിരുന്നു. പക്ഷെ ഇപ്പൊ ഞാൻ പറയാണ്, ഡെയിലി 2 hours ആണ് നിങ്ങൾക്ക് ക്ലാസ്. 10:30 to 12:30 ആണ് നമ്മുടെ ക്ലാസ്സുകൾ. മൺഡേ ടു ഫ്രൈഡേ ആണ് കേട്ടാ. മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ, അല്ലാണ്ട് മൺഡേ ഫ്രൈഡേ എന്ന് മാത്രമല്ല കേട്ടോ ഉദ്ദേശിച്ചത്. മൺഡേ ടു ഫ്രൈഡേ 2 hours നിങ്ങൾക്ക് 12:30 വരെ, 10:30 മുതൽ ക്ലാസ്സസ് ആണ്. ഇനി നമുക്കത് പറയേണ്ട ആവശ്യമില്ല, കാരണം ഇപ്പൊ നിങ്ങൾ അത് അറിഞ്ഞു. അടുത്ത ടീച്ചറിന്റെ ക്ലാസ് ഉണ്ട് എന്ന് അറിയാതെ ചില ആളുകൾ ലെഫ്റ്റ് ആയി പോയ കാര്യം പറഞ്ഞിരുന്നു. അത് ഞാൻ അപ്പോളജൈസ് ചെയ്യാണ്. ബിക്കോസ് അത് ഞാൻ ആ ഒരു ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിൽ പറയേണ്ടത് അടുത്തൊരു സെഷനിലായിരുന്നു. അത് നിങ്ങൾക്ക് പറഞ്ഞ് ഇനിയിപ്പോ നിങ്ങൾ നിങ്ങളുടെ ഇൻഫോർമേഷനിലേക്ക് തന്നിരിക്കുകയാണ്, ഇനി മറക്കരുത്. പിന്നെ ടീച്ചേഴ്സ് അത് പറഞ്ഞിട്ട് പോരുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. ഇനി ആരെങ്കിലും ബൈ ചാൻസ് ചിലപ്പോ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഇനി ഓർത്തിരിക്കുക എല്ലാ ദിവസവും. ഇനി ഏതെങ്കിലും രീതിയിൽ എവിടെയെങ്കിലും എപ്പോഴെങ്കിലും ഒരു ക്ലാസ് ഇല്ല എന്നോ അല്ലെങ്കിൽ ക്ലാസ്സസ് ഇല്ല, ഇപ്പൊ ചിലപ്പോ ഇതൊക്കെ നമ്മൾ ഓൺലൈനല്ലേ, അപ്പൊ നെറ്റ് ഇഷ്യൂസോ ടെക്നിക്കൽ അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂസ് ഒക്കെ ഉണ്ടെങ്കിൽ നേരത്തെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ക്ലാസ് റൂമിലേക്ക് ഇൻഫോർമേഷൻസ് പാസ് ചെയ്യുന്നതായിരിക്കും, ക്ലാസ്സുകൾ ഇല്ല എന്നുള്ളത്. അപ്പൊ അങ്ങനെയൊക്കെയാണെങ്കിൽ ഇൻഫോർമേറ്റീവ് ആയിട്ട് തരും. അല്ലാന്നുണ്ടെങ്കിൽ ഡെയിലി ഈ പറഞ്ഞ പോലെ 2 hours ക്ലാസ്സസ് ഉണ്ടായിരിക്കും എന്നുള്ള കാര്യം ഓർക്കുക കേട്ടോ. പിന്നെ എന്താണ് ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് പറയാനുണ്ടോ? ക്ലാസ്സുകളെ സംബന്ധിക്കുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് എന്നെ ഇൻഫോം ചെയ്താൽ ഞാൻ അവരെ ടീച്ചേഴ്സിനോട് എന്തെങ്കിലും കറക്റ്റ് ചെയ്യാനോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രം പറയാം. അതല്ലെങ്കിൽ സാർ വന്നിട്ടുണ്ട്, സാറിന് നമ്മള് ഹലോ മാം. മാം PG എടുക്കുന്നവർക്ക് സെപ്പറേറ്റ് ക്ലാസ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അത് സാർ ഇപ്പൊ വരും കേട്ടോ. സാർ വരുമ്പോ നിങ്ങൾ ചോദിച്ചോ. ഞാൻ ക്ലാസ് നമ്മളിവിടെ ടീച്ചേഴ്സ് വന്ന് ക്ലാസ് എടുക്കുന്നുണ്ടല്ലോ, ഓരോ ടീച്ചേഴ്സ് വന്ന് അവരവരുടെ ടോപ്പിക് എടുക്കുമ്പോ അതിനെ റിലേറ്റ് സാർ ഇപ്പൊ വരുമ്പോ അതിനെ കുറിച്ച് ഒന്ന് ചോദിച്ചേക്കട്ടാ. മോള് ചോദിച്ചേക്കെ, സാറിനോട് ചോദിച്ചേക്കെ. അതല്ലാത്ത എന്തെങ്കിലും നമ്മൾ ടീച്ചേഴ്സ് ക്ലാസ് എടുക്കുന്നുണ്ട് ആൻഡ് വെദർ യു ക്യാൻ നിങ്ങൾക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റുന്നുണ്ടോ, അതിൽ വേറെ എന്തെങ്കിലും പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ? അങ്ങനെ ഹലോ ആ ഹലോ ടീച്ചറെ, വന്ദന എന്ന് പറഞ്ഞ ടീച്ചറോട് ഇച്ചിരി സ്പീഡ് കുറയ്ക്കാൻ പറയാവോ? വന്ദന ടീച്ചർ ആ നോട്ടും കൂടെ എഴുതുന്നോണ്ട് എന്നെ നോട്ട് ചെയ്ത് പോകുമ്പോഴത്തേക്കും ഞാനിവിടെ ഖത്തറി ഹോം നേഴ്സായിട്ട് വർക്ക് ചെയ്യും. അപ്പൊ എനിക്ക് ഞാൻ നോട്ട് ചെയ്തോണ്ടാ പോകുന്നത്, അപ്പൊ കുറച്ച് സ്പീഡ് കൂടുന്ന പോലെ തോന്നുന്നു. വന്ദന ടീച്ചർ അത് നമുക്ക് തന്നിരിക്കുന്ന പ്രിന്റഡ് നോട്ടാണ് നിങ്ങളുടെ നോട്ട്. ഓക്കെ, അതല്ലാതെ നമുക്ക് വേറെ നോട്ടില്ല. അപ്പൊ ആ പ്രിന്റഡ് നോട്ട് ഫോളോ ചെയ്താൽ മതി. അതിനകത്ത് നിങ്ങൾ മാർക്ക് ചെയ്തോ, ടീച്ചർ കൂടുതൽ പറയുന്ന കാര്യങ്ങൾ പോയിന്റ് ഒക്കെ മാർക്ക് ചെയ്തോ, അങ്ങനെ പഠിക്കുക. വേറെ നോട്ടായിട്ട് എഴുതാൻ പോയി കഴിഞ്ഞാൽ നമുക്ക് സമയം പോകും. പോയിന്റ് വൈസ് ആയിട്ട് എഴുതി പോവുക ചെയ്യുന്നത്. അത് വേണ്ട. ആ പ്രിന്റഡ് നിങ്ങൾക്ക് തന്നിരിക്കുന്ന PDF പ്രിന്റ് എടുക്കുക, എന്നിട്ട് അത് നോട്ട് ചെയ്ത് നോക്കുക. ആ നോട്ടിലേക്ക് നോക്കുക ടീച്ചേഴ്സ് ക്ലാസ് എടുക്കുമ്പോ. എന്നിട്ട് അവിടെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അപ്പൊ ടീച്ചറോട് ചോദിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ അതിൽ തന്നെ മാർക്ക് ചെയ്ത് പോകാം. വേറെ നോട്ടായിട്ട് എഴുതാൻ നിന്നാ അപ്പൊ നമുക്ക് കുറെ സമയം പോകും. നമുക്കറിയാലോ ഈ ടോപ്പിക്സ് മുഴുവനും ഈ വിതിൻ 3 months ഫസ്റ്റ് സെക്കൻഡ് പേപ്പേഴ്സ് എടുത്ത് തീർക്കേണ്ടതാ. അപ്പൊ അതിൻ്റെതായ അപ്പൊ നമ്മൾ നോട്ട് ചെയ്ത് കൂടി ചെയ്യുമ്പോൾ അതിന് കുറച്ച് സമയം എടുക്കേണ്ടി വരും. അപ്പൊ അതില്ലാതെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ നോട്ട് നിങ്ങൾക്ക് നേരത്തെ തന്നെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അത് പ്രിന്റ് ഔട്ട് എടുത്ത് തന്നെ നിങ്ങൾ പിടിക്കുക. ഓക്കെ. ഇനി എന്തെങ്കിലും ഉണ്ടോ? ഇല്ലല്ലോ. ബാക്കി ക്ലാസ്സസ് ഒക്കെ ഓക്കെ അല്ലേ? ഓക്കെ ആണ്. അപ്പൊ സർ വന്നിട്ടുണ്ട്, സർ വരുന്നതായിരിക്കും കേട്ടോ. താങ്ക് യു. Thank you, ma'am. താങ്ക് യു മാം. താങ്ക് യു മാം.
Hi. Yes, good morning, all of you. Good morning, sir. Good morning, sir. Good morning, sir. Good morning, sir. Yes. അപ്പോ ടീച്ചർ ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടല്ലോ അല്ലേ എല്ലാവരും? Yes, sir. ഓക്കെ. അപ്പൊ ടീച്ചർ നമുക്ക് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ ക്ലാസ്സുകൾ ആരംഭിക്കുന്ന ദിവസം തന്നെയാണ് നമ്മൾ സാധാരണഗതിയിൽ നമ്മുടെ ഒരു ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിന്റെ ഭാഗമായിട്ടാണ് ഈ ഡൗട്ട് ക്ലിയറിംഗ് സെഷൻ കൂടി ചെയ്യാറുള്ളത്. എന്നാൽ ഇത്തവണ അതിലൊരു അസൗകര്യം നേരിട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇന്ന് ശനിയാഴ്ച പ്രത്യേകമായി നിങ്ങൾക്ക് ഒരു ഡൗട്ട് ക്ലിയറിംഗ് സെഷൻ വെച്ചത്. ഞാൻ പറയുന്ന കാര്യങ്ങൾ വ്യക്തമായി കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? ആരോ 1-2 പേരെ മ്യൂട്ട് ചെയ്യാതെ ഇട്ടിട്ടുണ്ട്, അതുകൊണ്ട് എക്കോ വരുന്നുണ്ട്. ഒന്ന് ക്ലിയർ അല്ല, എക്കോ ഉണ്ട്. ഓക്കെ, ഈ മ്യൂട്ട് ചെയ്യാത്ത ആളുകളൊന്ന് മ്യൂട്ട് ചെയ്യണേ. മ്യൂട്ട് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് മ്യൂട്ട് ചെയ്യണം. മ്യൂട്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ എക്കോ കയറി വരും. ഓക്കെ, അപ്പോ ഞാൻ ആദ്യം ക്ലിയർ ഇല്ല. ഓക്കെ, ക്ലിയർ ആവും. ഇപ്പൊ ക്ലിയർ ആയിക്കോളൂ കേട്ടോ. ഓക്കെ, അപ്പോ ഞാൻ ആദ്യം കുറച്ച് കാര്യങ്ങൾ വിശദീകരിക്കാം. ആ വിശദീകരിച്ചതിന് ശേഷം നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിച്ചിട്ട് ആ സംശയങ്ങൾക്കുള്ള മറുപടി കൂടി പറഞ്ഞു തീർത്തതിന് ശേഷം മാത്രമേ ഞാൻ ഈ സീറ്റിൽ നിന്ന് എഴുന്നേൽക്കുകയുള്ളൂ. ഓക്കെ, അപ്പൊ ആദ്യം നമ്മുടെ കോഴ്സിനെ കുറിച്ചും അതിന്റെ സാധ്യതകളെ സംബന്ധിച്ചിട്ടുമൊക്കെ പ്രിയപ്പെട്ട നിഷ ടീച്ചർ നിങ്ങളോട് സംസാരിച്ചിട്ടുണ്ടാകുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നിങ്ങളുടെ എക്സാമിനെ കുറിച്ച്, ഈ കോഴ്സിന്റെ ബാക്കി കാര്യങ്ങളെ സംബന്ധിച്ച്, സർട്ടിഫിക്കറ്റിനെ സംബന്ധിച്ച്, ഫീസ് അടക്കുന്നതിനെ സംബന്ധിച്ച്, ഫീസ് കളക്ട് ചെയ്യുന്നതിനെ സംബന്ധിച്ചിട്ട് ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിനും ബാക്കി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ആശങ്കകൾ ഉണ്ടെങ്കിൽ അതുകൂടി പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോ നമ്മുടെ കോഴ്സ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആണ്. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനിൽ നമുക്ക് 2 കോഴ്സുകളാണ് ഉള്ളത്. ഒന്ന് 6 മാസക്കാലം നീണ്ടു നിൽക്കുന്ന ഡിപ്ലോമ കോഴ്സും 10 മാസക്കാലം നീണ്ടു നിൽക്കുന്ന പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. അങ്ങനെ 2 തരത്തിലുള്ള കോഴ്സുകളാണ് ഉള്ളത്. ഡിപ്ലോമ കോഴ്സിന്റെ യോഗ്യത, അടിസ്ഥാന യോഗ്യത എന്ന് പറയുന്നത് +2 ആണ്. പോസ്റ്റ് ഗ്രാജുവേറ്റ് കോഴ്സിന്റെ അടിസ്ഥാന യോഗ്യത എന്ന് പറയുന്നത് ഡിഗ്രിയോ ഏതെങ്കിലും 2+ ഡിപ്ലോമ കോഴ്സോ ഏതെങ്കിലും കോഴ്സിനകത്ത് അതിൻ്റെ അകത്തുള്ള 2 വർഷക്കാലത്തെ ഡിപ്ലോമ കോഴ്സ് ചെയ്തവർക്കും ഡിഗ്രി ചെയ്ത് കഴിഞ്ഞവർക്കും നിലവിൽ ഡിഗ്രി ഫൈനൽ ഇയറോ സെക്കൻഡ് ഇയറോ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾക്കും പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ PG കോഴ്സിലേക്ക് മാറാനായിട്ട് സാധിക്കുന്നതാണ്. ഓക്കെ, ഡിപ്ലോമ കോഴ്സിന് ആകെ 4 മൊഡ്യൂളും പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ കോഴ്സിന് 7 മൊഡ്യൂളുമാണ് ഉള്ളത്. ആദ്യത്തെ 6 മാസക്കാലം PGക്കാർക്കും ഡിപ്ലോമക്കാർക്കും ഒരേ കോഴ്സ് തന്നെയായിരിക്കും. കാരണം ഡിപ്ലോമക്കാർക്കുള്ള ആദ്യത്തെ 4 മൊഡ്യൂൾ തന്നെയാണ് പോസ്റ്റ് ഗ്രാജുവേറ്റുകാർക്കും ഉള്ളത്. അതുകൂടാതെ എക്സ്ട്രാ 3 മൊഡ്യൂൾ കൂടിയാണ് PGക്കാർ സെപ്പറേറ്റ് പഠിക്കേണ്ടത്. അപ്പോ ആദ്യത്തെ ക്ലാസ്സുകൾ PGക്കാർക്കും ഡിപ്ലോമക്കാർക്കും ഒരുമിച്ചായിരിക്കും. അതിനുശേഷം 6 മാസത്തിന് ശേഷം PGക്കാരെ നമ്മൾ മറ്റൊരു ക്ലാസ് റൂമിലേക്ക് മാറ്റുകയും അവർക്ക് അവിടെ നിന്ന് എക്സ്ട്രാ ക്ലാസ് കൊടുക്കുകയുമാണ് ചെയ്യുന്നത്. ഞാൻ പറയുന്നത് വ്യക്തമാകുന്നു എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്, അല്ലേ? യെസ്, ഓക്കെ. അപ്പോ ഇതാണ് ഡിപ്ലോമയും PGയും തമ്മിലുള്ള വ്യത്യാസം. അപ്പോ ആരെങ്കിലും ഇപ്പൊ നിലവില് ഡിഗ്രി ഫൈനൽ ഇയറോ സെക്കൻഡ് ഇയറോ പഠിക്കുന്ന വിദ്യാർത്ഥികളോ ഏതെങ്കിലും ഡിപ്ലോമക്ക് 2ാം വർഷം പഠിക്കുന്ന വിദ്യാർത്ഥികളോ ഉണ്ടെങ്കിൽ അവർക്കും PGയിലേക്ക് മാറാവുന്നതാണ്. കൂടാതെ ഡിഗ്രി കഴിഞ്ഞവർക്കും ഡിപ്ലോമ 2 വർഷത്തെ ഏതെങ്കിലും കോഴ്സിന്റെ ഡിപ്ലോമ കഴിഞ്ഞവർക്കും PG തന്നെ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഓക്കെ, ഇതാണ് ആ കോഴ്സുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയാനുള്ള കാര്യം. 2ാമത്തെ ഭാഗം അതിന്റെ നോട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. നമ്മൾ ഈ ക്ലാസിന്റെ നോട്ട് 2 തരത്തിലാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. നമ്മുടെ ക്ലാസ്സിനകത്ത് ഒരുപാട് പേര് കേരളത്തിൽ താമസിക്കുന്ന ആളുകളുണ്ട്, കുറെ ആളുകൾ ഔട്ട് ഓഫ് കേരള ഉണ്ട്, കുറെ പേര് ഔട്ട് ഓഫ് ഇന്ത്യ അബ്രോഡ് ഒരുപാട് പേരുണ്ട്.
വിദേശ രാഷ്ട്രങ്ങളിൽ ഇരുന്നു കൊണ്ട് നമ്മുടെ ക്ലാസ്സുകൾ പഠിക്കുന്ന ആളുകളുണ്ട്, കേരളത്തിന് പുറത്തും കേരളത്തിനകത്തും പഠിക്കുന്ന ആളുകളുണ്ട്. അപ്പോ എല്ലാവർക്കും വേണ്ടിയിട്ട് നോട്ട് ആദ്യത്തെ മൊഡ്യൂളുകൾ നമ്മൾ നമ്മുടെ ഗൂഗിൾ ക്ലാസ് റൂമിലാണ് ഇടുന്നത്. ഈ കോഴ്സ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് പ്രധാനമായിട്ടും 2 ആപ്പുകളാണ് വേണ്ടത്. ഒന്നാമത്തെ ആപ്പ് എന്ന് പറയുന്നത് പിന്നെ ഗൂഗിൾ മീറ്റ് ആണ്. രണ്ടാമത്തേത് ഗൂഗിൾ ക്ലാസ് റൂം ആണ്. അതിപ്പോ നിങ്ങൾക്ക് പരിചയമായി കാണാം. ഗൂഗിൾ മീറ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ലൈവ് ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുന്നതിനും, ഗൂഗിൾ ക്ലാസ് റൂം എന്ന് പറയുന്നത് ഗൂഗിൾ മീറ്റിലെ ലൈവ് ക്ലാസ്സിന്റെ റെക്കോർഡ് സെഷൻ കിട്ടുന്നതിനും വേണ്ടിയിട്ടാണ്. ഗൂഗിൾ ക്ലാസ്സിന്റെ റെക്കോർഡ് സെഷൻ കിട്ടുന്നത് എപ്പോഴാണ്? തലേ ദിവസത്തെ, ഇപ്പൊ ഇന്നാണ് ലൈവ് ക്ലാസ് നടക്കുന്നതെങ്കിൽ, ഇപ്പൊ ഇന്ന് ശനിയാഴ്ചയാണ് അല്ലെ, ശനിയാഴ്ചത്തെ ലൈവ് ക്ലാസ്സിന്റെ ഗൂഗിൾ ക്ലാസ് റൂമിൽ അതിന്റെ റെക്കോർഡ് ക്ലാസ് കിട്ടുന്നത് തിങ്കളാഴ്ച ഉച്ചക്ക് 1 മണിക്കും 2 മണിക്കും ഉള്ളിലായിരിക്കും. 2 മണിക്ക് മുമ്പേ ആയിട്ടായിരിക്കും നിങ്ങൾക്ക് ഗൂഗിൾ ക്ലാസ് റൂമിൽ കിട്ടുന്നത്. തലേ ദിവസത്തെ എല്ലാ ലൈവ് ക്ലാസ്സുകളും തൊട്ടടുത്ത പ്രവൃത്തി ദിവസത്തിൽ ഉച്ചക്ക് 2 മണിക്ക് മുമ്പായിട്ടായിരിക്കും ഗൂഗിൾ ക്ലാസ് റൂമിൽ ക്ലാസ്സുകൾ ലഭ്യമാകുന്നത്. ഓക്കെ. പിന്നെ ഗൂഗിൾ മീറ്റിൽ ലൈവ് ക്ലാസ് കിട്ടുന്നത് ആ ലൈവ് സെഷൻ നടക്കുന്ന സമയത്ത് മാത്രമാണ്. നിങ്ങളുടെ ബാച്ചിന്റെ സമയം രാവിലെ 10:30 മുതൽ 12:30 വരെയാണ്. അപ്പോ ഉച്ചയ്ക്ക് ശേഷം ആ മീറ്റിൽ കയറിയിട്ട് ചില കുട്ടികൾ എന്നെ വിളിക്കാറുണ്ട്. അപ്പൊ ഉച്ചയ്ക്ക് ശേഷം നിങ്ങൾക്ക് അതിൽ വേറെ ഒന്നും കിട്ടൂല. രാവിലെ 10:30 മുതൽ 12:30 വരെയുള്ള സമയത്ത് മാത്രമായിരിക്കും കിട്ടുന്നത്. ക്ലാസ്സിന്റെ സ്ട്രക്ചർ നിങ്ങൾക്ക് ഇപ്പൊ അറിയാം. 10:30 മുതൽ 11:30 വരെ ഒരു ടീച്ചറും 11:30 മുതൽ 12:30 വരെ മറ്റൊരു ടീച്ചറുമായിരിക്കും ക്ലാസ് നയിക്കുന്നത്. അങ്ങനെ 2 മണിക്കൂറാണ് ക്ലാസ്സുകൾ ഉണ്ടായിരിക്കുക. തിങ്കൾ മുതൽ വെള്ളി വരെ മാത്രമാണ് ക്ലാസ്സുകൾ ഉണ്ടായിരിക്കുക. ശനിയും ഞായറും അവധിയായിരിക്കും. ഓക്കെ. ക്ലാസ്സുമായി ബന്ധപ്പെട്ടുകൊണ്ട് നോട്ട് തരുന്നത് ഒന്ന് നിങ്ങൾക്ക് ഡിജിറ്റലായിട്ട് ഗൂഗിൾ ക്ലാസ് റൂമിൽ ഇട്ട് തരും. അത് ആവശ്യമുള്ള ആളുകൾക്ക് അതിന്റെ പ്രിന്റ് എടുത്ത് പഠിക്കാവുന്നതാണ്. എന്നാൽ അതുകൂടാതെ അതിന്റെ ഹാർഡ് കോപ്പി നമ്മുടെ സ്ഥാപനത്തിൽ നിന്നും പ്രിന്റഡ് നോട്ട് ഒരു സ്പൈറൽ ടെക്സ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സ്പൈറൽ ടെക്സ്റ്റ് വേണ്ടവര് ആവശ്യപ്പെടുന്ന മുറക്കാണ് സ്പൈറൽ ടെക്സ്റ്റ് അവരുടെ തപാൽ അഡ്രസ്സിൽ അയച്ചു തരുന്നത്. അതിനാവശ്യമായിട്ടുള്ള ആരെങ്കിലും നിങ്ങൾക്ക് പിന്നെ സ്പൈറൽ ടെക്സ്റ്റ് വേണം എന്നുണ്ടെങ്കിൽ നമ്മുടെ അക്കൗണ്ടിങ് സെക്ഷനായിട്ടോ അല്ലെങ്കിൽ പ്രിന്റിംഗ് ആൻഡ് പബ്ലിക്കേഷൻ വിങ് ആയിട്ടോ ബന്ധപ്പെടുക. അതല്ല എങ്കിൽ എന്നെ ബന്ധപ്പെട്ടാലും മതിയാകും. ഞാൻ എന്നെ പരിചയപ്പെടുത്തില്ല എന്ന് തോന്നുന്നു അല്ലെ? എന്റെ പേര് ജയദേവ്. ഞാന് നമ്മുടെ സ്മാർട്ട് ശ്രീയുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൽ ഒരാളാണ്. സ്മാർട്ട് ശ്രീ ബോർഡിനെ പ്രതിനിധീകരിച്ചുകൊണ്ടാണ് ഇന്ന് നിങ്ങളോട് സംസാരിക്കുന്നതിന് വേണ്ടി എത്തിയിട്ടുള്ളത്. നിങ്ങൾക്ക് കോഴ്സുമായി ബന്ധപ്പെട്ടുകൊണ്ടോ ഇൻസ്റ്റിറ്റ്യൂട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ടോ എന്ത് സംശയങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും നിങ്ങൾ വേറെ ആരെയും വിളിച്ചു ചോദിക്കേണ്ടതില്ല. നിങ്ങൾ എല്ലാ ദിവസവും നിങ്ങൾ ഡയറക്റ്റ് കോണ്ടാക്ട് ചെയ്യുന്നത് ടീച്ചർമാരെ മാത്രമായിരിക്കും. അപ്പൊ ടീച്ചർമാരോട് ചില കാര്യങ്ങൾ ചോദിച്ചാൽ വ്യക്തമായ മറുപടി നിങ്ങൾക്ക് ലഭിക്കില്ല. നിങ്ങൾക്ക് ടീച്ചർമാരോട് അക്കാദമിക് വിഷയത്തെ സംബന്ധിച്ചിട്ടുള്ള മറുപടികൾ മാത്രമായിരിക്കും നിങ്ങൾക്ക് ടീച്ചർമാരിൽ നിന്ന് ലഭിക്കുക. അല്ലാതെയുള്ള ബാക്കിയുള്ള മുഴുവൻ കാര്യങ്ങളും അഡ്മിനിസ്ട്രേറ്റീവ് സെഷനിൽ നിന്നാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. അതുകൊണ്ട് ഞാൻ എൻ്റെ നമ്പർ പറയാം. നിങ്ങൾ എൻ്റെ നമ്പർ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. 9235700300. ഞാൻ എല്ലാം പറയാം, എക്സാമിന്റെ കാര്യമൊക്കെ പറയാം. ദിവ്യ ഞാൻ പറയാട്ടോ. എന്റെ നമ്പർ 9235700300. ഞാന് കമന്റ് ബോക്സിൽ ആ നമ്പർ ഒന്ന് ടൈപ്പ് ചെയ്തിടുന്നുണ്ട്. 9235700300. ഓക്കെ. ഞാൻ നമ്പർ നിങ്ങൾക്ക് ഏത് സന്ദർഭത്തിലും രാവിലെ മുതൽ രാത്രി ഒരു 12 മണി വരെയും ഞാൻ നമ്പർ അവൈലബിൾ ആയിരിക്കും. എന്റെ പേര് ജയദേവ് എന്നാണ്. പേര് ജയദേവ് എന്നാണ്. ഓക്കെ. അപ്പൊ നമ്മൾ ഗൂഗിൾ ക്ലാസ് റൂമിന്റെ കാര്യം പറഞ്ഞു, ഗൂഗിൾ മീറ്റിന്റെ കാര്യം പറഞ്ഞു, ടെക്സ്റ്റിന്റെ കാര്യം പറഞ്ഞു. ടെക്സ്റ്റ് നിങ്ങൾക്ക് ആവശ്യമുള്ള പോലെ 1, 2 മൊഡ്യൂളുകൾ മാത്രമായിട്ട് വാങ്ങാം, അല്ലെങ്കിൽ 1, 2, 3, 4 മൊഡ്യൂളുകൾ ഒരുമിച്ച് വാങ്ങാം. എങ്ങനെ വേണമെന്നുണ്ടെങ്കിലും വാങ്ങാം. ടെക്സ്റ്റ് തന്നെ 2 തരത്തിലുണ്ട്. ഒന്ന് യഥാർത്ഥ ആക്ച്വൽ ഫ്ലെമി ഒന്ന് മ്യൂട്ട് ചെയ്തേ.
ഫ്ലമി ഒന്ന് മ്യൂട്ട് ചെയ്യണം. യെസ്, ഓക്കെ, റൈറ്റ്. അപ്പോ ടെക്സ്റ്റ് നമുക്ക് രണ്ട് തരത്തിലാണ് ഉള്ളത്. ടെക്സ്റ്റ്, ഒന്നാമത്തെ ടെക്സ്റ്റ് എന്ന് പറയുന്നത് ഒരു പേപ്പറിന്റെ ഭാഗത്ത് രണ്ട് ഭാഗങ്ങളായിട്ടായിരിക്കും. അതിൽ ലെറ്റർ സൈസ് ഒരല്പം ചെറുതായിരിക്കും. അത് നമ്മുടെ ആക്ച്വൽ ടെസ്റ്റിന്റെ സെയിം കോപ്പിയാണ്. എന്നാൽ അത് വായിച്ച് പഠിക്കുന്നതിന് ചില വിദ്യാർത്ഥികൾ വിഷമം പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ അതിന്റെ എൻലാർജഡ് കോപ്പി നമ്മൾ കൊടുക്കുന്നുണ്ട്. അത് കുറെ കൂടി സ്റ്റുഡൻസ് ഫ്രണ്ട്ലി ആണ്. അതിലിപ്പോ ഒരു ചാപ്റ്ററിന്റെ ഒരു ഭാഗം മാത്രമായിരിക്കും ഒരു ഭാഗത്ത് ഉണ്ടാവുക. ലെറ്റർ സൈസ് വലുതായിരിക്കും. കുറെ കൂടി സ്റ്റുഡന്റ് ഫ്രണ്ട്ലി ആണ്. വളരെ ഈസി ആയിട്ട് വായിക്കാനായിട്ട് സാധിക്കും. അങ്ങനെ രണ്ട് തരത്തിലുള്ള ടെക്സ്റ്റുകളാണ് നമുക്ക് ഉണ്ടാവുക. ഓക്കെ, ഇതാണ് ടെക്സ്റ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയാനുള്ള കാര്യം. ടെക്സ്റ്റ് ആർക്കെങ്കിലും വേണം എന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ നമ്പറിൽ 9235700300 മെസ്സേജ് ഇട്ടാലും മതി. നമ്മുടെ പ്രിന്റിംഗ് ആൻഡ് സെഷനിൽ നിന്ന് നിങ്ങളെ കോണ്ടാക്ട് ചെയ്യുന്നതാണ്. അടുത്തത് ഫീസ് സ്ട്രക്ചറിന്റെ കാര്യമാണ്. ഓക്കെ, നമ്മുടെ കോഴ്സിന്റെ ഫീസ് എന്ന് പറയുന്നത് 6000 രൂപയാണ്. ഏതാണ്? 6000 രൂപയാണ്. ആ 6000 രൂപയില് 1000 രൂപ നിങ്ങൾ ആദ്യം അടക്കണം. ബാക്കി തുടർന്ന് വരുന്ന മാസങ്ങളിൽ 1000 രൂപ വീതം അടക്കാം. ഒരുമിച്ചാണ് അടക്കുന്നതെങ്കിൽ 5000 രൂപ നിങ്ങൾ അടച്ചാൽ മതിയാകും. ഫീസ് നിങ്ങൾ കളക്ട് ചെയ്യുന്നതിന് വേണ്ടി അക്കൗണ്ട് സെക്ഷനിൽ നിന്നും ഒരാൾ മാത്രമായിരിക്കും നിങ്ങളെ കോണ്ടാക്ട് ചെയ്യുക. ഈ ഫീസ് അടക്കുന്നതിന് ഒരു നിശ്ചിത തീയതി നമ്മൾ പറഞ്ഞിട്ടുണ്ടാകും. ആ തീയതി സംബന്ധിച്ചും ഫീസ് ഇത്രാം തീയതിക്കുള്ളിൽ അടക്കണം എന്ന് സംബന്ധിച്ചും നിങ്ങളെ ഓരോരുത്തരെയും പേഴ്സണലി അക്കൗണ്ട് സെക്ഷനിൽ നിന്ന് വിളിച്ച് ഒരു തവണ മാത്രം പറയുന്നതായിരിക്കും. ഒരു തവണ വിളിച്ച് പറയുകയും അതിനുശേഷം ഒരു തവണ ഒരു റിമൈൻഡർ മെസ്സേജ് ഇടുകയും ചെയ്യും. ഇത് മാത്രമായിരിക്കും ഫീസ് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളെ സമീപിക്കുന്നത്. എന്നാൽ ആ നിശ്ചിത തീയതിക്ക് ശേഷമാണ് നിങ്ങൾ ഫീസ് അടച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അവര് ഫസ്റ്റ് ബാക്കപ്പും സെക്കൻഡ് ബാക്കപ്പും നടത്തുന്നതാണ്. ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ പറയുന്ന ആ തീയതിക്കുള്ളിൽ തന്നെ ഫീസ് അടക്കുന്നതിന് വേണ്ടിയിട്ട് എല്ലാവരും ശ്രമിക്കണം എന്നുള്ള ഒരു അഭ്യർത്ഥനയാണ് എനിക്കുള്ളത്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മുടെ സ്ഥാപനം വളരെ എത്തിക്കലി, വളരെ നയപരമായിട്ടുള്ള ഏറ്റവും മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസത്തെ കുറിച്ചിട്ടുള്ള കാഴ്ചപ്പാടോട് കൂടിയിട്ടാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്. പുറത്ത് നിങ്ങൾക്കറിയാം ഡിപ്ലോമ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഡിപ്ലോമ കോഴ്സിന്റെ ഫീസ് എത്രയാണെന്ന്. 30,000 രൂപ തുടങ്ങി 58,000 രൂപ വരെ ഫീസ് വാങ്ങുന്ന സ്ഥാപനങ്ങൾ കേരളത്തിനകത്തുണ്ട്. പോസ്റ്റ് ഗ്രാജുവേറ്റ് കോഴ്സിന് കേരളത്തിനകത്ത് 1,13,000 രൂപ വരെ വാങ്ങുന്ന സ്ഥാപനങ്ങളുണ്ട്. ആ സമയത്താണ് നമ്മൾ 6,000 രൂപക്കും 12,000 രൂപക്കും നിങ്ങളെ പഠിപ്പിക്കുന്നത്. ഓക്കെ, അപ്പോ ആ ഫീസ്, കിട്ടുന്ന ഫീസ്, നമ്മുടെ കോഴ്സ് ഫീസ് എന്ന് പറയുന്നത് വളരെ തുച്ഛമാണ്. ഈ വിദ്യാഭ്യാസ മേഖല എന്ന് പറയുന്നത് ഒരുപാട് വലിയ കൊള്ള ലാഭം ഉണ്ടാക്കുന്ന ഒരു മേഖലയാണ്. വലിയ കച്ചവട സാധ്യതയുള്ള ഒരു മേഖലയാണ്. പക്ഷെ നമ്മൾ അത്തരത്തിലുള്ള ഒരു കച്ചവടം എന്നുള്ള ഒരു തരത്തിലല്ല ഈ സ്ഥാപനം നടത്തുന്നത്. ഈ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൽ ഞങ്ങൾ എല്ലാവരും തന്നെ സർക്കാർ ജീവനക്കാരോ അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളിൽ വർക്ക് ചെയ്യുന്ന ആളുകളാണ് മുഴുവൻ പേര്. ഓക്കെ, അപ്പോ ഞങ്ങളുടെ ഒരു വരുമാന മാർഗമല്ല ഇത്. ഞങ്ങൾക്ക് വിദ്യാഭ്യാസത്തിനോടും പുസ്തകത്തിനോടുമുള്ള ഒരു പാഷന്റെ ഭാഗമായിട്ട് ഞങ്ങൾ ഈ മേഖലയിൽ നിൽക്കുന്ന ആളുകളാണ്. ഏറ്റവും സാധാരണക്കാരായിട്ട് നമ്മൾ പഠിച്ച് തുടങ്ങി ഒരുപാട് കഷ്ടപ്പാടുകളൊക്കെ എടുത്തിട്ട് കടന്നു വന്നിട്ടുള്ളതാണ് ഇതിന്റെ ഫൗണ്ടേഴ്സിൽ എല്ലാവരും തന്നെ, ഇതിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് ആയാലും എല്ലാവരും. അപ്പോ ആ ബുദ്ധിമുട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ടാണ് സാധാരണക്കാരിൽ ഏറ്റവും സാധാരണക്കാർക്ക് അടക്കാവുന്ന രീതിയിലുള്ള ഒരു ഫീസ് സ്ട്രക്ചർ ഡിസൈൻ ചെയ്തുകൊണ്ട് കേരളത്തിലെ വീട്ടമ്മമാർക്കും വിദ്യാർത്ഥികൾക്കും സഹായകരമാകുന്ന രീതിയിൽ നമ്മൾ ഈ കോഴ്സ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഞങ്ങൾ ഇതിനു മുമ്പ് PSCയുടെ ക്ലാസ് നടത്തിയായിരുന്നേ. PSCയുടെ ക്ലാസ്സിന് നമ്മൾ ഒരു വർഷത്തേക്ക് മേടിച്ചിരുന്ന ഫീസ് എന്ന് പറയുന്നത് 400 രൂപയാണ്. ഞായറാഴ്ച ഒഴികെ ബാക്കിയുള്ള എല്ലാ ദിവസവും ക്ലാസ് ഉണ്ടാവും. ലൈവ് ക്ലാസ്സുകൾ, 3 മോക്ക് ടെസ്റ്റുകള്, റെക്കോർഡ് ക്ലാസ്സുകള്, മോട്ടിവേഷൻ ക്ലാസ്സുകള്, PSC ടിപ്സ് ആൻഡ് ട്രിക്സ്, ഇതെല്ലാം കൂടി കൊടുത്ത് 400 രൂപക്ക് ഞങ്ങൾ പഠിപ്പിച്ചിരുന്നു. അതുപോലെ തന്നെയാണ് നമ്മൾ ഈ കോഴ്സ് നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് വെച്ചാൽ ആ പറയുന്ന നിശ്ചിത തീയതിക്കുള്ളിലല്ല നമുക്ക് ഫീസ് കിട്ടുന്നതെങ്കിൽ നമ്മുടെ ദൈനംദിന ചെലവുകൾ മെയിൻറ്റെയിൻ ചെയ്യുന്നതിൽ അത് വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും. അതുകൊണ്ടാണ് പ്രിയമുള്ള നമ്മുടെ വിദ്യാർത്ഥി സുഹൃത്തുക്കള് മുഴുവൻ പേരും
ആ നിശ്ചിത തീയതിക്കുള്ളിൽ തന്നെ ഫീസ് അടക്കണം എന്നുള്ള ഒരു അഭ്യർത്ഥന ഞങ്ങൾ നിങ്ങളുടെ മുന്നിലോട്ട് വെക്കുന്നത്. ആദ്യം നിങ്ങൾ ഒരു 1000 രൂപ അടക്കുന്നുണ്ട്. ആദ്യത്തെ 1000 രൂപ എന്ന് പറയുന്നത് ഞങ്ങൾ എടുക്കുന്ന ഫീസ് അല്ല, അത് നിങ്ങളുടെ പേരിൽ സർട്ടിഫിക്കേഷൻ കൗൺസിലിൽ നിങ്ങളുടെ ഒരു സ്ലോട്ട് ബുക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ്. അതുകൂടാതെ ഗൂഗിൾ മീറ്റിൽ നിങ്ങൾക്ക് എൻട്രി എടുക്കുന്നതിനും ഗൂഗിൾ ക്ലാസ് റൂമിൽ നിങ്ങൾക്ക് ആക്സെപ്റ്റൻസ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ആദ്യത്തെ 1000 രൂപ മുടക്കുന്നത്. അതുകൊണ്ട് സാറേ എനിക്ക് ക്ലാസ്സിൽ കയറാൻ പറ്റിയില്ല, അതുകൊണ്ട് ഈ 1000 രൂപ റീഫണ്ട് ചെയ്ത് തരണം എന്ന് പറഞ്ഞാൽ നമുക്ക് ആദ്യത്തെ 1000 രൂപ റീഫണ്ട് ചെയ്ത് തരാൻ പറ്റാത്ത പരിമിതിയുണ്ട്. എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ അടച്ച് തൊട്ടടുത്ത ദിവസം തന്നെ ആ മുഴുവൻ പൈസയും നമ്മൾ അതുപോലെ തന്നെ അടച്ചാക്കാണ് ഗൂഗിൾ മീറ്റിലും ഗൂഗിളിന്റെ അക്കൗണ്ടിലും അതുപോലെ തന്നെ സർട്ടിഫിക്കേഷൻ കൗൺസിലിലും. അപ്പൊ നമ്മുടെ കയ്യിൽ നിന്ന് ചെലവായി പോയാക്കാണ് ആ പൈസ. അതുകൊണ്ട് നമുക്കത് റീഫണ്ട് ചെയ്യാനായിട്ട് പറ്റുകയില്ല. അപ്പൊ ഫീസ് അടക്കുന്നതിന്റെ കാര്യം ഞാൻ പറഞ്ഞു. അപ്പൊ ഫീസ് അടക്കുന്നത് ഇങ്ങനെയാണ്. സ്മാർട്ട് ശ്രീ എഡ്യൂ കൺസൾട്ടൻസി എന്നുള്ള പേരിലും സ്മാർട്ട് ശ്രീ എന്നുള്ള മറ്റൊരു പേരിലുമായിരിക്കും നിങ്ങൾക്ക് അക്കൗണ്ടുകൾ തരിക. അത് ഓരോ മാസവും ഏത് അക്കൗണ്ടിലോട്ടാണ് പൈസ അടക്കേണ്ടതെന്ന് അക്കൗണ്ട് സെക്ഷനിലുള്ള ആളുകൾ വിളിച്ച് പറയും. അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും നിങ്ങൾ ഫീസ് അടക്കേണ്ടത്. ഓക്കെ, ഇതാണ് ഫീസുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയാനുള്ള കാര്യം. അടുത്തത് എക്സാമുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. നമ്മുടെ കുട്ടികൾക്ക് വളരെയധികം സംശയങ്ങൾ ഉണ്ടാകുന്ന ഒരു ഭാഗമാണ് എക്സാമുമായി ബന്ധപ്പെട്ടുകൊണ്ട്. അപ്പൊ എക്സാമിന് മുമ്പേ ഇത് പഠിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള 1-2 കാര്യങ്ങൾ പറഞ്ഞോട്ടേട്ടാ. എനിക്കറിയാം നമ്മുടെ ഈ ക്ലാസ്സിനകത്ത് ഒരുപാട് പേര് പിന്നെ എങ്ങനെയാ ഒരു വലിയ കാലഘട്ടത്തിനകത്ത് കോളേജിൽ പൂത്തുമ്പികളെ പോലെ മാറി നടന്നിരുന്ന ആളുകളുണ്ട്. ഒരുപാട് പെൺകുട്ടികൾ പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ അവരുടെയൊക്കെ കല്യാണം കഴിഞ്ഞിട്ട് പിന്നെ വീടിന്റെ 4 ചുമരുകൾക്കുള്ളിൽ നിന്ന് മുറ്റത്തോട്ട് പോലും ഇറങ്ങാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായിട്ടുള്ള ഒരുപാട് വീട്ടമ്മമാര് ഈ ബാച്ചിനകത്തുണ്ട്. പലരും എന്നോട് സംസാരിക്കുകയും മെസ്സേജ് അയക്കുകയും ചെയ്യുമ്പോൾ പറയാറുണ്ട്. അപ്പോ അവർക്കൊക്കെ ഒരു പ്രത്യാശ, ഒരു ജോലി, ഒരു സാമ്പത്തിക സ്വാതന്ത്ര്യം ഉണ്ടാകണം. സ്വന്തമായ ഒരു ജോലി എന്ന് പറയുന്ന ഒരു അഭിമാനകരമായ നിമിഷത്തിലോട്ട് എത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പിന്തുണയാണ് നമ്മുടെ കോഴ്സ് ഈ ഫീസിൽ നമ്മൾ ചെയ്യുന്നത്. പക്ഷെ ഈ അത്തരം ആളുകൾക്ക് പഠനത്തിൽ ബ്രേക്ക് എടുത്തിട്ടുള്ള ഒരുപാട് പേരുണ്ടല്ലോ. ആ ബ്രേക്ക് എടുത്തിട്ടുള്ള ആളുകൾക്ക് ചിലപ്പോ ബാക്കിയുള്ളവർ പഠിച്ചു കയറുന്നത് പോലെ പഠിച്ചു കയറാനായി പറ്റിയില്ല എന്ന് വരും. അപ്പോ അങ്ങനെ പറ്റാത്ത ഒരു വിഷമം ഞങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. ആ മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ പഠന മാതൃകക്കകത്ത്, നമ്മുടെ ഒരു സ്റ്റഡി പ്രോസസ്സിനകത്ത് നമ്മൾ ഒരു മോക്ക് ടെസ്റ്റ് പ്രോഗ്രാം നമ്മൾ ഇട്ട് തന്നിട്ടുണ്ട്. ഓരോ ദിവസത്തെയും പാഠഭാഗങ്ങൾ നിങ്ങളെ കൊണ്ട് മോക്ക് ടെസ്റ്റുകളായി നിങ്ങളെ കൊണ്ട് അറ്റൻഡ് ചെയ്യിപ്പിക്കുകയാണ്. അതുകൊണ്ടൊരു വലിയ ഗുണമുണ്ട്. എന്താന്ന് വെച്ചാല് ഇതിന്റെ മെയിൻ എക്സാമിന് നിങ്ങൾക്ക് ഒരു ചോദ്യം പോലും നമ്മുടെ സിലബസിന് പുറത്തു നിന്നുണ്ടാവുകയില്ല. ഈ ടെക്സ്റ്റിലുള്ള പാഠഭാഗങ്ങളും അതുപോലെ പിന്നെ നിങ്ങളെ പഠിപ്പിക്കുന്ന പാഠഭാഗങ്ങളിൽ നിന്ന് മാത്രമായിരിക്കും നിങ്ങൾക്ക് എക്സാമിന് ചോദ്യങ്ങൾ ഉണ്ടായിരിക്കുക. എക്സാം എന്ന് പറയുന്നത് 1 വേർഡ് മോഡൽ OMR ടൈപ്പ് ആയിരിക്കും. ഓക്കെ, OMR ടൈപ്പ് എക്സാം ആയിരിക്കും. അപ്പോ ഈ ഒരുപാട് തിരക്കുകളുള്ള ആളുകളാണ്. പലർക്കും ലൈവ് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാൻ പറ്റാതെ രാവിലെ മുതൽ രാത്രി വരെ കിടന്ന് ഓടിയിട്ടും ജീവിതത്തിന്റെ 2 അറ്റങ്ങൾ കൂട്ടിമുട്ടിക്കാൻ പറ്റാത്ത ഒരുപാട് പേര് ഈ ക്ലാസ്സിനകത്തുണ്ട്. അപ്പോ അവരിൽ പലർക്കും ലൈവ് ക്ലാസ്സുകൾ എല്ലാ ദിവസവും കാണാൻ പറ്റിയെന്ന് വരില്ല. അവരപ്പോ റെക്കോർഡ് ക്ലാസ്സുകളായിരിക്കും കാണുന്നത്. ചില ആളുകൾക്ക് റെക്കോർഡ് ക്ലാസ്സുകളും പൂർണ്ണമായി കാണാൻ പറ്റൂല. അത്തരക്കാരാണെങ്കിലും ആ മോക്ക് ടെസ്റ്റ് മാത്രം അറ്റൻഡ് ചെയ്താൽ മതി. മോക്ക് ടെസ്റ്റ് മാത്രം അറ്റൻഡ് ചെയ്താലും നിങ്ങൾക്ക് മെയിൻ എക്സാമിന് വലിയ മാർക്ക് വാങ്ങി വിജയം കൈവരിക്കാനായിട്ട് സാധിക്കും. മെയിൻ എക്സാമിന് വരുന്ന എല്ലാ ചോദ്യങ്ങളും നിങ്ങളെ കൊണ്ട് മോക്ക് ടെസ്റ്റുകളിൽ കൂടി 1, 2, 3 തവണ നമ്മൾ റിപ്പീറ്റ് ചെയ്യിപ്പിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഓരോ ചോദ്യത്തിൽ കൂടിയും നിങ്ങൾ 1, 2, 3 തവണ കടന്നു പോകുമ്പോൾ അറിയാതെ തന്നെ നിങ്ങൾ പഠിക്കും. ആദ്യം നിങ്ങൾ മോക്ക് ടെസ്റ്റിൽ ഒരു ചോദ്യം, ആ ചോദ്യത്തിന്റെ ഉത്തരം നിങ്ങൾ അറ്റൻഡ് ചെയ്തു സബ്മിറ്റ് ചെയ്ത് കഴിയുമ്പോൾ ആ ഉത്തരം ശരിയാണെങ്കിൽ പച്ച കളറിൽ ഇങ്ങനെ ബ്ലിങ്ക് ചെയ്യും, നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. അതല്ല തെറ്റാണെങ്കിൽ ആ ഉത്തരം ചുവന്ന കളറിൽ രേഖപ്പെടുത്തുകയും ശരിയായ ഉത്തരം പച്ച കളറിൽ ബ്ലിങ്ക് ചെയ്യുകയും ചെയ്യും. അങ്ങനെ ഒരു 2 തവണ ബ്ലിങ്ക് ചെയ്യുമ്പോഴേ ഈ ശരിയായ ഉത്തരം നിങ്ങൾ പഠിക്കാതെ തന്നെ ശ്രവ്യബിംബങ്ങളിലൂടെ അല്ലെങ്കിൽ വായിച്ചു പഠിക്കാതെ തന്നെ ദൃശ്യബിംബങ്ങളിലൂടെ നിങ്ങളുടെ തലച്ചോറിൽ അത് ഫീഡ് ചെയ്യുന്ന സ്ഥിതി ഉണ്ടാവും.
അങ്ങനെ എളുപ്പം പഠിക്കാൻ വേണ്ടിയിട്ടാണ് മോക്ക് ടെസ്റ്റ്. കേരളത്തിൽ വേറെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടും അങ്ങനെ ഒരു പ്രോഗ്രാം കൊടുക്കുന്നില്ല ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സിന്. പക്ഷെ നമ്മളത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോ അതാണ് നമ്മുടെ ഈ മോക്ക് ടെസ്റ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയാനുള്ളത്. എക്സാം വിജയിക്കാനായിട്ട് നിങ്ങൾ മോക്ക് ടെസ്റ്റും മാത്രം പഠിച്ചാലും മതി, നിങ്ങൾക്ക് ജയിക്കാനായിട്ട് സാധിക്കും. മറ്റൊന്ന് ലൈവ് ക്ലാസ്സുകൾ. അപ്പൊ ഒരു ചോദ്യം ഒരു പക്ഷെ വന്നേക്കാം, അപ്പൊ പിന്നെ എന്തിനാ ലൈവ് ക്ലാസ് എന്ന്? ലൈവ് ക്ലാസ്സിൽ നിങ്ങൾ എത്രത്തോളം കൂടുതലായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നോ അത്രത്തോളം ഡീപ്പില് നിങ്ങൾ ഈ മേഖലയിലെ ഇൻഡസ്ട്രിയൽ എക്സ്പെർട്ടുകളായി മാറും. പരീക്ഷയിൽ ജയിക്കാനായിട്ട് നമുക്ക് സാധിക്കും. പക്ഷെ നമ്മളൊരു ഹോസ്പിറ്റലിനകത്ത് ജോലിക്ക് ചെല്ലുമ്പോൾ അവിടെ നമുക്കിത് പ്രാക്ടിക്കലി അറിയണ്ടേ? വായിച്ച് പഠിച്ച കാര്യം മാത്രമല്ല അറിഞ്ഞോളൂ. വായിച്ച് പഠിക്കുന്നതും ഇടപെട്ട് പഠിക്കുന്നതും ചെയ്ത് പഠിക്കുന്നതും മൂന്ന് രീതിയിലാണ്. വനിതാ മാഗസിനിലെ വനിതയിലും ഗൃഹലക്ഷ്മിയിലും ഒക്കെ ചിക്കൻ കറി വെക്കുന്ന റെസിപ്പി ഉണ്ടാവൂലേ, കണ്ടിട്ടില്ല എല്ലാവരും? അപ്പോ അതിലിങ്ങനെ ഉണ്ടാവും, എന്താ 2 കിലോ ചിക്കൻ, പിന്നെ 1/2 കപ്പ് ചുവന്നുള്ളി, വെളുത്തുള്ളി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. നമ്മളിത് വായിച്ച് പഠിച്ചിട്ട് ചിക്കൻ കറി വെക്കാൻ ചെല്ലുമ്പോൾ ആദ്യത്തെ തവണ ശരിയാവൂല. അത് ചെയ്താണ് ശരിയാകുന്നത്. എല്ലാ കാര്യങ്ങളും അതുപോലെ തന്നെയാണ്. അപ്പൊ അതുപോലെ ഈ കാര്യങ്ങൾ നമ്മൾ വായിച്ച് പഠിക്കുകയും വായിച്ച് പഠിച്ച് ഈ കോഴ്സ് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ വീടിനടുത്തുള്ള നിങ്ങൾക്ക് ഏറ്റവും സൗകര്യപ്രദമായ ഒരു ഹോസ്പിറ്റലിനകത്ത് നിങ്ങൾ ചെറിയൊരു ഇന്റേൺഷിപ്പ് 2 മാസത്തെയോ 3 മാസത്തെയോ ഒരു ഇന്റേൺഷിപ്പ് എടുക്കണം. ആ ഇന്റേൺഷിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ നമ്മുടെ പ്ലേസ്മെന്റ് സെല്ലിൽ നിന്നും നിങ്ങളെ അറിയിക്കുന്നതാണ്. എല്ലാ ജില്ലകളിലും ഹോസ്പിറ്റലുകളിലുള്ള ഇന്റേൺഷിപ്പ് വേക്കൻസീസ് നമ്മുടെ പ്ലേസ്മെന്റ് സെൽ വഴി നിങ്ങളെ അറിയിക്കുന്നതാണ്. അതുകൂടാതെ നിങ്ങൾക്കും തൊട്ടടുത്തുള്ള പിന്നെ പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിലോ മറ്റോ സമീപിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കും ഇന്റേൺഷിപ്പ് കിട്ടും. അതെന്താ കാര്യം എന്ന് വെച്ചാല് ഇന്റേൺഷിപ്പിനാകെ വേണ്ടത് നമ്മുടെ സ്ഥാപനത്തിൽ നിന്നുള്ള ഒരു ഓഫർ ലെറ്റർ മാത്രം മതി. ഹോസ്പിറ്റലുകാർ ഇന്റേൺഷിപ്പ് ഫ്രീ ആയി തരും. അതെന്താന്ന് വെച്ചാൽ അവർക്ക് എന്ത് കിട്ടുന്നതാ? ഒരു ലേബറെ വെറുതെ കിട്ടുന്നതാണ്. ഒരു 2-3 മാസം പൈസ കൊടുക്കാതെ പണിയെടുക്കാനുള്ള ഒരു ലേബറെ കിട്ടുന്ന സ്ഥിതിയാണ് ഇന്റേൺഷിപ്പ്, അപ്രന്റീസ് ട്രെയിനിങ് എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് ഹോസ്പിറ്റലുകാർക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് അത്. മനസ്സിലായി ഞാൻ പറഞ്ഞത്? അപ്പോ അങ്ങനെ നിങ്ങളൊരു ഇന്റേൺഷിപ്പ് കൂടി എടുക്കണം. അപ്പൊ നിങ്ങൾക്ക് 2 ഗുണങ്ങളുണ്ട്. പ്രായോഗികമായി ഈ ജോലി എങ്ങനെയാണ് ചെയ്യാൻ പറ്റുന്നതെന്ന് നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കും. രണ്ടാമത്തേത് നിങ്ങൾക്ക് ഒരു എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് കിട്ടും. ഈ ഒരൊറ്റ കോഴ്സിന് ഏറ്റവും വലിയ ഗുണം എന്ന് പറയുന്നത് ബാക്കിയുള്ള ഏത് കോഴ്സ് പഠിച്ചാലും ആ ജോലി മാത്രം ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ ഈ കോഴ്സ് പഠിച്ചിട്ടുണ്ടെങ്കിൽ ഹോസ്പിറ്റലിനകത്ത് 15 മുതൽ 19ഓളം ജോബ് റോളുകളിൽ കയറാനായിട്ട് പറ്റും. ഫ്രണ്ട് ഓഫീസ് മുതൽ ബാക്ക് എൻഡ് വരെയുള്ള 19ഓളം ജോബ് റോൾസിലേക്ക് കയറാനായിട്ട് ഈ കോഴ്സ് നിങ്ങളെ സഹായിക്കും. ഓക്കെ, ഇനി എക്സാമിന്റെ കാര്യം. ഡിപ്ലോമക്കാരുടെ എക്സാം വരുന്നത് ആദ്യത്തെ 3 മാസം കഴിയുമ്പോഴാണ്. അത് ഒരു മെയിൻ എക്സാം അല്ല, അത് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തുന്ന ഒരു എക്സാമാണ്. അതെങ്ങനെയാണെന്ന് വെച്ചാല് മോക്ക് ടെസ്റ്റ് പോലെ തന്നെയാണ് കേട്ടോ എക്സാം. നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലിരുന്ന് തന്നെ ഈ എക്സാം എഴുതാനായിട്ട് സാധിക്കും. ആദ്യത്തെ 1-2 മൊഡ്യൂളുകൾ ചേർത്ത് വെച്ചിട്ടായിരിക്കും നിങ്ങൾക്ക് എക്സാം ഉണ്ടാവുക. ഓക്കെ, ആദ്യത്തെ 1-2 മൊഡ്യൂളുകൾ ചേർത്ത് വെച്ചിട്ടായിരിക്കും നിങ്ങൾക്ക് എക്സാം ഉണ്ടായിരിക്കുക. അതൊറ്റ എക്സാം ആയിട്ടായിരിക്കും. പിന്നീട് 3-4 മൊഡ്യൂൾ തീർന്നു കഴിയുമ്പോൾ മറ്റൊരു എക്സാം ഉണ്ടാകും. 3-4 കൂടി ഒരുമിച്ച് ഒറ്റ എക്സാം. അത് കഴിഞ്ഞ് നിങ്ങൾക്കൊരു മോഡൽ എക്സാം ഉണ്ടാകും. ആ മോഡൽ എക്സാമിന് 1, 2, 3, 4 പേപ്പറും സെപ്പറേറ്റ് ആയിട്ട് ഓരോ ദിവസമായിട്ടായിരിക്കും എക്സാം ഉണ്ടാവുക. ഓക്കെ, അതിനുശേഷം നിങ്ങൾക്ക് ഒരു സ്റ്റഡി ലീവ് ലഭിക്കും. അതിനുശേഷമായിരിക്കും നിങ്ങൾക്ക് മെയിൻ എക്സാം ഉണ്ടാവുക. മെയിൻ എക്സാം മാത്രം നടത്തുന്നത്, മോഡൽ എക്സാം വരെയുള്ള എല്ലാ എക്സാമുകളും നടത്തുന്നത് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നെയാണ്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഈ പഠന കാര്യങ്ങളിൽ അക്കാദമിക് വിഷയങ്ങളിൽ കുറേയേറെ അവഗാഹം കിട്ടുന്നതിനും ഓൺലൈനിൽ എക്സാം നിങ്ങൾ ചെയ്ത് പ്രാക്ടീസ് ചെയ്യുന്നതിനും വേണ്ടിയിട്ടാണ് നമ്മൾ ആ എക്സാം നിങ്ങളെ കൊണ്ട് അറ്റൻഡ് ചെയ്യിപ്പിക്കുന്നത്. പക്ഷെ മെയിൻ എക്സാമിന് നിങ്ങൾക്ക് സർട്ടിഫിക്കേഷൻ കൗൺസിലിൽ നേരിട്ടായിരിക്കും എക്സാം നടത്തുക. മെയിൻ എക്സാമിന് ശ്രദ്ധിക്കേണ്ട 2-3 കാര്യങ്ങൾ വളരെ പ്രധാനം. ഇപ്പോഴേ ചെവിയിൽ നുള്ളി തലയിൽ ഓർമ്മയിൽ വെക്കുക 2-3 കാര്യങ്ങൾ. ഒന്നാമത്തെ കാര്യം,
നിങ്ങൾക്ക് എക്സാം നടത്തുന്നതിന്റെ ഇൻവിജിലേറ്റർ, നിങ്ങൾക്ക് ക്ലാസ് എടുക്കുന്ന അധ്യാപികമാരോ അതല്ല എങ്കിൽ ഞങ്ങളുടെ ടെക്നിക്കൽ ടീമിലെ അംഗങ്ങളോ ആയിരിക്കും നിങ്ങളെ കാണുന്ന ഇൻവിജിലേറ്റർമാർ. എന്നാൽ അതുകൂടാതെ എക്സാമിന് 2 സർട്ടിഫിക്കറ്റുകളാണ് നമ്മൾ എക്സാം കഴിഞ്ഞിട്ട് തരുന്നത് നിങ്ങൾക്ക്, അല്ലെ? ആ 2 സർട്ടിഫിക്കേഷൻ കൗൺസിലിൽ നിന്നും RSDCA റീജിയണൽ സ്കിൽ ഡെവലപ്മെന്റ് സർട്ടിഫിക്കേഷൻ അതോറിറ്റിയുടെയും SDC കാനഡ സ്കിൽ ഡെവലപ്മെന്റ് കൗൺസിൽ ഓഫ് കാനഡയുടെയും ഷാഡോ ഇൻവിജിലേറ്റർമാർ ഈ എക്സാം മോണിറ്റർ ചെയ്യുന്നതായിരിക്കും. അത് എല്ലാവരുടെയും ഓർമ്മയിൽ ഉണ്ടായിരിക്കണം. അതാണ് ഒന്നാമത്തെ കാര്യം. കാര്യം രണ്ട്, നമുക്കൊരു തോന്നൽ വരാം ഓൺലൈൻ എക്സാം എഴുതുമ്പോഴേ. എന്താ? നമ്മുടെ വീടിനകത്തിരുന്നാണ് എക്സാം എഴുതുന്നത്. ഫ്രണ്ടില് ഇരുമ്പിന്റെ വാതിലാണ്, അടച്ചിട്ടുണ്ട്. ബാക്കില് മരത്തിന്റെ നല്ല ഉറപ്പുള്ള വാതിൽ, അതും അടച്ചിട്ടുണ്ട്. ഇതടച്ചിട്ട് നമ്മൾ ബെഡ്റൂമിനകത്തിരുന്നാണ് ഈ എക്സാം എഴുതുന്നത്. ബെഡ്റൂമിന്റെ ജനലും അടച്ചാക്കണം, വാതിലും അടച്ചാക്കണം. നമ്മുടെ മുമ്പിൽ ഒരു മൊബൈലോ അല്ലെങ്കിൽ ഒരു ലാപ്ടോപ്പോ അല്ലെങ്കിൽ ഒരു ഡെസ്ക്ടോപ്പോ ആണ് ഇരിക്കുന്നത്. അപ്പോ നമ്മുടെ വെബ് ക്യാമില് നമ്മൾ വിസിബിലിറ്റി എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഹാഫ് പോർഷൻ ആയിരിക്കും. അപ്പൊ നമുക്ക് ആർക്കെങ്കിലും ഒരു കുസൃതി തോന്നുകയാണ്, നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നില്ല കേട്ടോ ഞാൻ പറയുന്നത്, ആർക്കെങ്കിലും ഒരു കുസൃതി തോന്നണം. ആ കുസൃതി എന്താണെന്ന് വെച്ചാല്, ഒരു ടെക്സ്റ്റ് ബുക്ക് വെറുതെ ഒന്ന് ഈ ഡെസ്ക് ടോപ്പിന്റെ പുറകിൽ തുറന്നു വെച്ചാൽ എക്സാം എളുപ്പത്തിൽ ചെയ്യാൻ പറ്റില്ലേ? അല്ലെങ്കിൽ ഒരു തുണ്ട് കടലാസിൽ മോക്ക് ടെസ്റ്റുകളൊക്കെ ആക്കി വെച്ച് എവിടെയെങ്കിലും വെച്ചാൽ നിങ്ങൾക്ക് ഈ എക്സാം വിജയിക്കാൻ പറ്റില്ലേ എന്നൊരു തോന്നല് ഏതെങ്കിലും ഒരു നിമിഷത്തിൽ പ്രിയമുള്ള മക്കളെ നിങ്ങളുടെ ഉള്ളിൽ വന്നിട്ടുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് തെറ്റുപറ്റും. എന്താണെന്ന് വെച്ചാൽ ഈ എക്സാം നിങ്ങൾ ലൈവ് സ്ട്രീമാണ്, വീഡിയോ ലൈവ് സ്ട്രീമാണ്. എല്ലാവരും വീഡിയോ ഓൺ ചെയ്ത് വെച്ചുകൊണ്ട് മാത്രമേ എക്സാം എഴുതാനായിട്ട് അനുവദിക്കുകയുള്ളൂ. നിങ്ങൾ എഴുതുന്ന എക്സാം അറ്റൻഡ് ചെയ്യുന്ന ലൈവ് വീഡിയോ റെക്കോർഡഡ് ആണ്. ഈ റെക്കോർഡഡ് ആയിട്ടുള്ള വീഡിയോ സർട്ടിഫിക്കേഷൻ കൗൺസിലുകാർക്ക് കൊടുക്കണം. അവരെടുക്കുന്ന ഈ വീഡിയോയിൽ നിങ്ങളുടെ കണ്ണിന്റെ മാനറിസം, നിങ്ങളുടെ ബോഡി ലാംഗ്വേജ്, സാധാരണഗതിയിൽ ഒരാൾ ഇരുന്ന് എക്സാം എഴുതുന്നത് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാവും. നമ്മ പുറകില് ബുക്ക് വെച്ചാക്കണേ, ബുക്ക് വെച്ച് ഇടക്ക് നമ്മുടെ കണ്ണ് ഒന്ന് അങ്ങടക്ക് എറിയും, നമ്മള് വെറുതെ ഒന്ന് എറിയും, ക്യാമറയിൽ ഒപ്പിടുക്കുന്നത്. ഓക്കെ, അപ്പോ നിങ്ങളുടെ വീഡിയോ കൂടി പരിശോധിച്ചതിന് ശേഷമാണ് സർട്ടിഫിക്കേഷൻ കൗൺസിൽ നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്നത്. അപ്പൊ ഒരാളും ഒരു കാരണവശാലും അത്തരത്തിലുള്ള മോശപ്പെട്ട ഒരു പ്രവർത്തനത്തിന് നിൽക്കരുത്. ഇതൊക്കെ ഞാൻ ആദ്യമേ പറയുന്നത് എന്താണെന്ന് വെച്ചാലേ, നമുക്ക് തോന്നുന്നില്ലെങ്കിൽ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ എക്സാമിന് ജയിക്കാൻ പറ്റൂല. അത് ജയിക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ട് ചെയ്തു പോകുന്നതാണ്. പക്ഷെ അങ്ങനെ ചെയ്താലേ നിങ്ങൾ ഔട്ടാകുന്ന സ്ഥിതി ഉണ്ടാകും. ഓക്കെ, അടുത്ത കാര്യം ഈ എക്സാമിന് നിങ്ങൾ ആരെങ്കിലും ഫെയിൽ ആയി കഴിഞ്ഞാൽ, ഇതുവരെ നമ്മുടെ എക്സാമിന് ആരും ഫെയിൽ ആയിട്ടില്ല കേട്ടോ. ഫെയിൽ ആകാത്തതിന്റെ കാരണം എല്ലാവരെ കൊണ്ട് നമ്മൾ മോക്ക് ടെസ്റ്റ് 1, 2, 3 നമ്മൾ ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതാണ് ഫെയിൽ ആകാത്ത കാരണം. ഇതുവരെയുള്ള എല്ലാ ബാച്ചുകളും നമ്മുടെ 100% വിജയമാണ്. ഫെയിൽ ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് 1 മാസത്തിനുള്ളിൽ തൊട്ടടുത്ത മാസം ഒരു എക്സാം ഉണ്ടാവും. ചില ആളുകൾക്ക് വ്യക്തിപരമായിട്ടുള്ള ചില കാരണങ്ങൾ കൊണ്ട്, ചിലപ്പോൾ വീട്ടിലത്തെ എന്തെങ്കിലും സിറ്റുവേഷൻ, അസുഖങ്ങൾ നിമിത്തം അങ്ങനെയൊക്കെ എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റാതെ വരാറുണ്ട്. ആ സമയത്ത് അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ആരും ആശങ്കപ്പെടേണ്ടതില്ല. തൊട്ടടുത്ത മാസത്തിൽ തന്നെ നിങ്ങൾക്ക് എക്സാം എഴുതുന്നതിനുള്ള സംവിധാനം നമ്മൾ ഒരുക്കി തരുന്നതാണ്. അതിലൊരു ആശങ്കയും വേണ്ട. ഓക്കെ, ഇനി അടുത്തത് നമ്മുടെ സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യം. നിങ്ങൾ എക്സാം അറ്റൻഡ് ചെയ്തു, വിജയിച്ചു കഴിഞ്ഞാല് നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് കിട്ടും. സർട്ടിഫിക്കറ്റ് കിട്ടുന്നത് എങ്ങനെയാണ്? നിങ്ങളുടെ ഈ കോഴ്സിനോടൊപ്പം ഒരു ഒറ്റ സർട്ടിഫിക്കറ്റ് ആണ് കിട്ടുന്നത്. ആ സർട്ടിഫിക്കറ്റിന് 5-6 ഫീച്ചേഴ്സ് ഉള്ള സർട്ടിഫിക്കറ്റ് ആണ്. ഞാൻ പറയാം. ഒന്നാമത്തേത്, അത് സെൻട്രൽ ഗവൺമെന്റ് അപ്രൂവ്ഡ് ഓട്ടോണമസ് ബോഡി സർട്ടിഫിക്കറ്റ് ആണ്. സെൻട്രൽ ഗവൺമെന്റ് അപ്രൂവ്ഡ് ഓട്ടോണമസ് ബോഡി സർട്ടിഫിക്കറ്റ് ആണ്. ഇന്ത്യൻ ട്രസ്റ്റ് ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്ത് സെൻട്രൽ ഗവൺമെന്റിന്റെ കീഴിൽ അതിന്റെ മേൽനോട്ടത്തിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് നമ്മുടെ RSDCA. ഇന്ത്യക്കകത്ത് അത്തരത്തിലുള്ള 3-4 സർട്ടിഫിക്കേഷൻ കൗൺസിലുകളാണുള്ളത്. നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. 1 ഭാരത് സേവക് സമാജ്, 2 NCVRT,
കേട്ടിട്ടില്ലേ? നാഷണൽ കൗൺസിൽ ഫോർ വൊക്കേഷണൽ എഡ്യൂക്കേഷൻ റിസർച്ച് ട്രെയിനിങ് സെന്റർ. മൂന്നാമത്തേത് RSDCA, റീജിയണൽ സ്കിൽ ഡെവലപ്മെന്റ് സർട്ടിഫിക്കേഷൻ അതോറിറ്റി. അപ്പോ ഇന്ത്യക്കകത്ത് നിന്ന് കിട്ടാവുന്നതിൽ ഏറ്റവും വാല്യബിൾ ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് ആണ് നമ്മുടെ സർട്ടിഫിക്കറ്റ് RSDCA. അതിന് പ്രത്യേകമായിട്ടുള്ള ഫീസ് ഒന്നും തന്നെ ഇല്ല. ഈ കോഴ്സിനോടൊപ്പം അറ്റാച്ച്ഡ് ആണ്. നിങ്ങൾ ഈ കോഴ്സിന്റെ ഫീസ് കൂടാതെ വെറും 500 രൂപ മാത്രം എക്സാമിന് രജിസ്ട്രേഷൻ ഫീസ് അടച്ചാൽ മതിയാകുന്നതാണ്. ഓക്കെ. പ്ലസ് 1 സെൻട്രൽ ഗവൺമെന്റ് അപ്രൂവ്ഡ് ഓട്ടോണമസ് ബോഡി, 2 ഓൺലൈൻ വെരിഫിക്കേഷൻ സാധ്യമായ സർട്ടിഫിക്കറ്റ് ആണ്. ഈ സർട്ടിഫിക്കറ്റ് കൊണ്ട് നിങ്ങൾ ലോകത്തിന്റെ ഏത് മുക്കിലും മൂലയിലും പോയാൽ, ഏത് ഭൂഖണ്ഡത്തിൽ പോയാലും, ഏത് എംപ്ലോയർക്ക് മുന്നിൽ സർട്ടിഫിക്കറ്റ് സമർപ്പിച്ചാലും ആ സർട്ടിഫിക്കറ്റിനകത്ത് ഒരു QR കോഡ് ഉണ്ടാകും. ആ QR കോഡ് ആ എംപ്ലോയർക്ക് സ്കാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നേരെ പോണത് സെൻട്രൽ ഗവൺമെന്റിന്റെ ഈ സൈറ്റിലേക്കാണ്. ആ സർട്ടിഫിക്കറ്റ് ആ വെബ്സൈറ്റിലോട്ടാണ് പോകുന്നത്. ആ വെബ്സൈറ്റിൽ ചെന്നിട്ടുണ്ടെങ്കിൽ സർട്ടിഫിക്കേഷൻ വെരിഫിക്കേഷൻ എന്ന് പറയുന്ന ഒരു കോളമുണ്ട്. ആ കോളത്തിൽ കയറി നിങ്ങളുടെ സർട്ടിഫിക്കറ്റിൽ ഒരു സീരിയൽ നമ്പർ ഉണ്ടാകും. ആ സീരിയൽ നമ്പർ അടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ ഇവിടെ ആരാണ്? സ്വപ്ന ജെയിൻ അല്ലെങ്കിൽ ഷെഫീന, ഇവരുടെയൊക്കെ പേര്, നിങ്ങളുടെ ഫോട്ടോ, നിങ്ങളുടെ അക്കാദമിക് ക്വാളിഫിക്കേഷൻ, നിങ്ങൾ ഈ കോഴ്സ് ചെയ്തത് എവിടെയാണ്, എത്ര മാർക്ക് വാങ്ങി, ഓരോ വിഷയത്തിലും നിങ്ങളുടെ പെർഫോമൻസ് എങ്ങനെയായിരുന്നു, ഈ കാര്യങ്ങളെല്ലാം ആ വെബ്സൈറ്റിൽ ഉണ്ടാകും. അപ്പോ എംപ്ലോയർക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ ആ സർട്ടിഫിക്കറ്റ് വെരിഫൈ ചെയ്യാൻ സാധിക്കും. രണ്ടാമത്തെ ഫീച്ചർ ഓൺലൈൻ വെരിഫിക്കേഷൻ സാധ്യമായ സർട്ടിഫിക്കറ്റ് ആണ്. മൂന്നാമത്തേത് ഇതിൽ ഒരുപാട് പേര് വിദേശത്തേക്ക് പോകുന്നതിന് വേണ്ടിയിട്ടാണ് ഈ കോഴ്സ് ചെയ്യുന്നത്. വിദേശത്തേക്ക് പോകാൻ അല്ലെ? വിദേശത്ത് പോകാൻ വേണ്ടി ഈ കോഴ്സ് ചെയ്യുന്ന ആളുകൾക്ക് ഇന്ത്യൻ എംബസിയുടെ അറ്റസ്റ്റേഷൻ, ഇന്ത്യൻ എംബസി നിങ്ങൾക്കറിയാം, കേന്ദ്ര ഗവൺമെന്റിന്റെ ഔദ്യോഗിക സ്ഥാപനമാണ് ഇന്ത്യൻ എംബസി അല്ലെ? ആ ഇന്ത്യൻ എംബസിയുടെ അറ്റസ്റ്റേഷൻ, ഇന്ത്യയിലെ യൂണിവേഴ്സിറ്റികളോ സർട്ടിഫിക്കേഷൻ കൗൺസിലുകളോ ഇഷ്യൂ ചെയ്യുന്ന സർട്ടിഫിക്കറ്റുകളുടെ ആധികാരികത ഉറപ്പാക്കുന്ന ഔദ്യോഗിക സ്ഥാപനമാണ് ഇന്ത്യൻ എംബസി. ഇന്ത്യൻ എംബസിയുടെ അറ്റസ്റ്റേഷൻ അവൈലബിൾ ആയ സർട്ടിഫിക്കറ്റ് ആണ് RSDCയുടെ സർട്ടിഫിക്കറ്റ്. നാലാമത്തേത് മോഫ അറ്റസ്റ്റേഷൻ, മിനിസ്ട്രി ഓഫ് ഫോറിൻ അഫയേഴ്സ്, വിദേശകാര്യ മന്ത്രാലയത്തിന്റെ അറ്റസ്റ്റേഷൻ അവൈലബിൾ ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് ആണ്. വിദേശകാര്യ മന്ത്രാലയത്തിന്റെ അറ്റസ്റ്റേഷൻ ഈ സർട്ടിഫിക്കറ്റിന് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. 5, നിങ്ങളെല്ലാവരും 10ാം ക്ലാസ് കഴിയുമ്പോൾ SSLC കഴിയുമ്പോൾ നിങ്ങൾ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവും. എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ പേര് രജിസ്റ്റർ ചെയ്യുന്നതിനോടൊപ്പം ആഡ് ചെയ്യാൻ പറ്റുന്ന എംപ്ലോയ്മെന്റ് രജിസ്ട്രേഷൻ സാധ്യമായ സർട്ടിഫിക്കറ്റ് ആണ് RSDCയുടെ സർട്ടിഫിക്കറ്റ്. 6ാമത്തേത് സൗദി അപ്പോസ്റ്റൽ അറ്റസ്റ്റേഷൻ, സൗദിയിലെ ഒരു പ്രധാനപ്പെട്ട അറ്റസ്റ്റേഷൻ ആണ്. അത് കിട്ടുന്ന സർട്ടിഫിക്കറ്റ് ആണ് നമ്മുടെ സർട്ടിഫിക്കറ്റ്. ഇത്രയും പ്രത്യേകതകളൊക്കെ നമ്മുടെ സർട്ടിഫിക്കറ്റിനുണ്ട്. ഓക്കെ. ഈ സർട്ടിഫിക്കറ്റ് ആണ് കോഴ്സിനോടൊപ്പം അറ്റാച്ച് ചെയ്തിട്ടുള്ള സർട്ടിഫിക്കറ്റ്. ഈ കോഴ്സ് എക്സാം കഴിയുമ്പോൾ ഈ കോഴ്സിന്റെ മാർക്ക് ലിസ്റ്റും ഉൾപ്പെടെ നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണൽ അഡ്രസ്സിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഓക്കെ. അടുത്ത ഭാഗം, ഈ സർട്ടിഫിക്കറ്റ് കൂടാതെ ഒരു സർട്ടിഫിക്കറ്റ് കൂടിയുണ്ട്. അത് ഓപ്ഷണൽ സർട്ടിഫിക്കറ്റ് ആണ്. ഓപ്ഷണൽ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് നിങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ മാത്രം വാങ്ങിയാൽ മതി. നിങ്ങൾക്ക് എപ്പോഴാണോ ആ സർട്ടിഫിക്കറ്റിന് ആവശ്യം വരുന്നത് ആ സമയത്ത് മാത്രം നിങ്ങൾ ആ സർട്ടിഫിക്കറ്റ് വാങ്ങിയാൽ മതിയാകും. അതാണ് സ്കിൽ ഡെവലപ്മെന്റ് കൗൺസിൽ ഓഫ് കാനഡയുടെ സർട്ടിഫിക്കറ്റ്. ആ സർട്ടിഫിക്കറ്റ് ഒരു ഇന്റർനാഷണൽ സർട്ടിഫിക്കറ്റ് ആണ്. 140-ലേറെ ലോകരാഷ്ട്രങ്ങളിൽ ഔദ്യോഗിക തൊഴിൽ നൈപുണ്യത്തിന്റെ ഔദ്യോഗിക സ്ഥാപനമാണ് SDC കാനഡ. ഓക്കെ. ആ കാനഡ ആസ്ഥാനമായിട്ടാണ് സ്ഥാപനം പ്രവർത്തിക്കുന്നത്. ആ സ്ഥാപനത്തിന്റെ സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് കിട്ടും. അതും ഓൺലൈൻ വെരിഫിക്കേഷൻ സാധ്യമായ സർട്ടിഫിക്കറ്റ് ആണ്. ആ സർട്ടിഫിക്കറ്റിന് പ്രത്യേകം പേയ്മെന്റ് ഉണ്ട്. 6 മാസത്തെ ഡിപ്ലോമ കോഴ്സിന് 1200 രൂപ മുതൽ 1500 രൂപ വരെ ആയിരിക്കും അതിന്റെ ഫീസ്. എന്ന് വെച്ചാൽ ഒരു 15-20 കനേഡിയൻ ഡോളർ, ഇന്ത്യൻ പൈസയിലല്ല അതിന്റെ പേയ്മെന്റ് നമ്മൾ അടക്കുന്നത്, കനേഡിയൻ ഡോളറിലാണ്, കാഡിലാണ്. അപ്പോൾ 15 കാഡ് ഒക്കെയാണ്. അപ്പോ അതാത് സമയത്തെ ഡോളറും കനേഡിയൻ ഡോളറും ഇന്ത്യൻ നാണയവും തമ്മിലുള്ള വിനിമയ നിരക്കിനനുസരിച്ച് ആ സർട്ടിഫിക്കറ്റിന്റെ റേറ്റിൽ ചെറിയ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകും.
ഓക്കെ. PG കോഴ്സിനാണെങ്കിൽ പിന്നെ വരുന്നത് 1500 രൂപ മുതൽ 1800 രൂപ വരെ, 1500 രൂപ മുതൽ 1800 രൂപ വരെ ആയിരിക്കും ഈ SDC കാൻഡിഡേറ്റ് സർട്ടിഫിക്കറ്റിന്റെ പേയ്മെന്റിന് വേണ്ടിയിട്ട് വരുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയാനുള്ളത്. ഇപ്പൊ ഞാൻ ഫീസിന്റെ കാര്യം പറഞ്ഞു, എക്സാമിന്റെ കാര്യം പറഞ്ഞു, കോഴ്സിന്റെ കാര്യം പറഞ്ഞു, ഫീസ് കളക്ട് ചെയ്യുന്ന രീതി പറഞ്ഞു, ക്ലാസിന്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണെന്നുള്ള കാര്യം പറഞ്ഞു, സർട്ടിഫിക്കറ്റിന്റെ കാര്യം പറഞ്ഞു. അടുത്തത്, ലൈവ് ക്ലാസ്സിനകത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സംശയമുണ്ട്, സംശയം എങ്ങനെ ദൂരീകരിക്കാം? നമ്മുടെ ഓരോ ക്ലാസ്സും ഡിസൈൻ ചെയ്തിട്ടുള്ളത് 1 മണിക്കൂർ വീതമാണ് എന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ. അതിൽ ആദ്യത്തെ 50 മിനിറ്റ് ടീച്ചർമാർ ക്ലാസ്സുകൾ നയിക്കും. അവസാനത്തെ 10 മിനിറ്റ് ആ എടുത്ത വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ടോ അതിന് മുന്നേ ആ ടീച്ചർ എടുത്തിട്ടുള്ള വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ടോ ഉള്ള സംശയങ്ങൾ ദൂരീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സമയമാണ്. നിങ്ങൾക്ക് ആ സമയത്തോ അതല്ല അതിനു മുമ്പോ ഉള്ള സംശയങ്ങൾ ദൂരീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സമയമാണ്. ഒരു കാരണവശാലും നിങ്ങൾക്ക് ടീച്ചർമാരെ ലൈവ് ക്ലാസ്സിൽ അല്ലാതെ ഡൗട്ട് ക്ലിയർ ചെയ്യുന്നതിന് കോണ്ടാക്ട് ചെയ്യാനായിട്ടുള്ള പെർമിഷൻ ഉണ്ടാവുകയില്ല. ടീച്ചർമാരുടെ പേഴ്സണൽ നമ്പർ, വ്യക്തിപരമായ നമ്പർ ഒരാൾക്കും പ്രൊവൈഡ് ചെയ്യുന്നതുമല്ല. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അതിനൊരു പരിമിതി ഉണ്ട്. നമ്മുടെ സ്ഥാപനത്തിൽ ഇപ്പോ നിലവിൽ 18 ടീച്ചർമാരാണ് ഓഫീസിൽ സ്ഥിരമായിട്ട് വരുന്നത്. അതുകൂടാതെ ഒരു 5-6 ടീച്ചർമാര് പുറത്തുനിന്ന് ഓരോ ടൈം സ്ലോട്ടിൽ കയറുന്നുണ്ട്. ഈ ടീച്ചർമാർ ഇവിടെ പ്രവർത്തിക്കുന്നത് രാവിലെ ഒരു 10:30 മുതൽ 3:30 വരെയൊക്കെ ആയിരിക്കും. നമുക്ക് പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ എണ്ണം 58,000 പിള്ളേരാ. സംശയങ്ങൾ ചോദിക്കാൻ ഈ ടീച്ചർമാരുടെ നമ്പർ കൊടുത്തിട്ടുണ്ടെങ്കിലേ ടീച്ചർമാർക്ക് ആ ഫോൺ അറ്റൻഡ് ചെയ്യാൻ മാത്രമേ സമയം ഉണ്ടാവുള്ളൂ. അവർ ക്ലാസ് കഴിഞ്ഞ് പോയിട്ടുണ്ടെങ്കിൽ അവർക്ക് വ്യക്തിപരമായ കുടുംബജീവിതവും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പൊ അതിനെ നമുക്ക് തടസ്സപ്പെടുത്താനായിട്ട് സാധിക്കുകയില്ല. പക്ഷേ വിദ്യാർത്ഥികളുടെ സംശയം ദൂരീകരിക്കുക എന്നുള്ളത് സ്ഥാപനത്തിന്റെ കടമയും വിദ്യാർത്ഥികളുടെ അവകാശവുമാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ലൈവ് ക്ലാസ്സിൽ കയറുന്നവർക്ക് ലൈവ് ക്ലാസ്സിൽ ഈ സംശയങ്ങൾ ചോദിച്ചു ദൂരീകരിക്കാം. ലൈവ് ക്ലാസ്സിൽ കയറാൻ പറ്റാത്ത ആളുകൾക്ക് ഞാൻ എന്റെ നമ്പർ തന്നിട്ടുണ്ടല്ലോ, 9235700300. ആ നമ്പറിൽ നിങ്ങൾക്ക് സംശയങ്ങൾ വാട്സപ്പിൽ നിങ്ങൾക്ക് മെസ്സേജ് ആയോ വോയിസ് ആയിട്ടോ ഇടാം. ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബന്ധപ്പെട്ട ടീച്ചർമാർക്ക് അത് കൈമാറുകയും ആ കൈമാറിയതിന് ശേഷം അതിന്റെ സംശയം ദൂരീകരിച്ച് നിങ്ങൾക്ക് തരുന്നതുമായിരിക്കും. ഓക്കെ, ആ ഭാഗം ക്ലിയർ ആയിട്ടുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് പ്രാഥമികമായി ഇതിനെ സംബന്ധിച്ചിട്ട് പറയാനുള്ളത്. ഇനി സംശയങ്ങൾ ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു സംശയം ഉണ്ടെങ്കിൽ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് എന്റെ പേര് ഇന്നതാണെന്നും ഞാൻ ഇന്ന മാസം തുടങ്ങിയ ബാച്ച് ഉള്ളയാളാണെന്നും ആദ്യം പരിചയപ്പെടുത്തണം. കാരണം ഓരോ ബാച്ചിനും ഓരോരോ ടീച്ചർമാരാണ് ഉള്ളത്. അപ്പൊ ആ ബാച്ചിന്റെ പേര് പറയുമ്പോൾ നമുക്ക് മനസ്സിലാകും ഇന്ന ടീച്ചർക്കാണ് ഈ ചോദ്യം കൊടുക്കേണ്ടത് എന്ന് എളുപ്പത്തിൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോ ഇത്തരം കാര്യങ്ങളാണ് ഇപ്പൊ പ്രാഥമികമായിട്ട് എനിക്ക് പറയാനുള്ളത്. ഇനി ഞാൻ പറഞ്ഞതിൽ വിട്ടുപോയ കാര്യങ്ങളോ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ആശങ്കകളുള്ള കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഒരു നിമിഷം നിങ്ങൾ ഓർത്ത് വെക്കുക. ഞാൻ ഒരൊറ്റ മിനിറ്റത്തെ ഒരു ബ്രേക്ക് എടുത്തിട്ട് ഇപ്പൊ തന്നെ വരാം. ഒരൊറ്റ മിനിറ്റ് ബ്രേക്ക്, ഇപ്പൊ തന്നെ വരാം. ചോദ്യങ്ങളൊക്കെ അപ്പൊ റെഡിയാക്കി വെച്ചോ. നമുക്ക് ഓരോന്നോരായിട്ട് ഡിസ്കസ് ചെയ്ത് പോകാം. ഓക്കെ.
യെസ്, അപ്പോ സംശയങ്ങൾ ഓരോന്നായിട്ട് ചോദിക്കാം. കുറെ പേരൊക്കെ പിന്നെ ഫീസ് അടക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഞാൻ ഓരോന്നിന്റെ മറുപടി പറയാം. PGയുടെ ഫീസ് സ്ട്രക്ചർ എന്ന് പറയുന്നത് 12,000 രൂപയാണ് പോസ്റ്റ് ഗ്രാജുവേറ്റ് കോഴ്സിന്റെ ഫീസ് എന്ന് പറയുന്നത്. ആദ്യം 1000 രൂപ അടക്കാം. അത് കഴിഞ്ഞ് 1000 രൂപ വീതമുള്ള തവണകളായിട്ട് തുടർച്ചയായിട്ട് അടക്കാം. അങ്ങനെയാണ് ഫീസ്. അതല്ലാന്നുണ്ടെങ്കിൽ 11,000 രൂപ ഒരുമിച്ച് അടച്ചും PGയുടെ ഫീസ് അടക്കാവുന്നതാണ്. ഓക്കെ. പാസ് മാർക്ക് ബിന്ദു ജയൻ. പാസ് മാർക്ക് വരുന്നത് ഡിപ്ലോമക്കുള്ള പാസ് മാർക്ക് എന്ന് പറയുന്നത് നിങ്ങൾക്ക് 4 എക്സാം ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ. നിങ്ങളുടെ എക്സാം, ഓൺലൈൻ എക്സാം നിങ്ങൾക്ക് പിന്നെ വരുന്നത് 60 മാർക്കാണ്. നിങ്ങൾക്ക് മാക്സിമം മാർക്ക് 60 മാർക്ക്. ഓക്കെ. 60 മാർക്ക് വീതമുള്ള 4 സബ്ജക്റ്റുകൾ. അപ്പൊ എത്രയായി? 6 4 24 240 മാർക്ക് പ്ലസ് 40 മാർക്ക് വീതമുള്ള 4 ഇന്റേണൽ മാർക്കുകൾ. അപ്പൊ 4 16 160. അങ്ങനെ 400 ഒരു വിഷയത്തിന് 100 മാർക്ക് എന്ന് കണക്കാക്കി 400-ലായിരിക്കും നിങ്ങൾക്ക് എക്സാം, ഞങ്ങൾക്ക് ഡിപ്ലോമക്കാർക്ക്. അപ്പൊ ഒരു സംശയം ഇന്റേൺഷിപ്പ് എക്സാം തീരും മുമ്പേ ചെയ്യാം. അത് ഞാൻ പറയാട്ടോ, എക്സാമിന്റെ കാര്യം ഒന്ന് പറഞ്ഞേക്കട്ടെ. മാർക്ക് അപ്പോ 400-ലായിരിക്കും. പക്ഷെ നിങ്ങൾക്ക് പരമാവധി പഠിച്ച് എഴുതിയെടുക്കാൻ പറ്റുന്ന മാർക്ക് 60-ലായിരിക്കും. അതായത് 6 4 24 240-ലായിരിക്കും. ഇപ്പോ ഇതിനകത്ത് നിഖിലക്ക് ആദ്യത്തെ എക്സാം എഴുതി 60 മാർക്കിൽ 30 മാർക്കാണ് ലഭിച്ചതെന്ന് ഇരിക്കട്ടെ. 30 മാർക്ക് നിഖിലക്ക് ലഭിച്ചു കഴിഞ്ഞാൽ ഇന്ത്യൻ മാർക്ക് നിങ്ങൾക്ക് ഇതിന്റെ മാക്സിമം മാർക്ക് 40 മാർക്കാണ്. ആ 60-ൽ 30 മേടിച്ചാക്ക് 40-ന്റെ പകുതി 20 മാർക്ക് ഇന്ത്യൻ മാർക്ക് കിട്ടും. അപ്പോ 100-ൽ 50 ആയിരിക്കും നിഖിലക്ക് ആകെ ആ വിഷയത്തിൽ കിട്ടുന്നത്. അക്കാദമിക് മാർക്ക് പ്ലസ് ഇന്ത്യനുള്ള മാർക്ക്. ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അക്കാദമിക് മാർക്ക് എത്രയാണോ നിങ്ങൾക്ക് കിട്ടുന്നത് അതിന് ആനുപാതികമായിട്ട് നിങ്ങൾക്ക് ഇന്ത്യനുള്ള മാർക്കും കിട്ടും. ഓക്കെ. അങ്ങനെ 400-ലായിരിക്കും. PGക്കാർക്ക് അത് 700-ലായിരിക്കും. 60 മാർക്ക് വീതമുള്ള 7 വിഷയങ്ങൾ 6 7 42 420 മാർക്കിന്റെ 7 എക്സാമുകളും പ്ലസ് 40 മാർക്ക് വീതമുള്ള 7 ഇന്റേണൽ അനലൈസേഷനും. അപ്പൊ അത് വെച്ചിട്ട് 4 7 28 280. അപ്പൊ ആകെ 700 മാർക്ക്. ഓക്കെ. അത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. പാസ് മാർക്ക് 35%. ഓക്കെ. അടുത്തത് വൺ മോർ പ്ലീസ്. ഏതിനെ സംബന്ധിച്ചാണ്? ബിന്ദു ജയൻ ചോദ്യമായി ചോദിച്ചോളൂ. ക്ലിയർ ആയില്ല. വൺ മോർ പ്ലീസ്. എന്തിനെ കുറിച്ചാണ് വൺ മോർ പ്ലീസ്? സർട്ടിഫിക്കറ്റ് യൂറോപ്യൻ കൺട്രീസിൽ ഉൾപ്പെടെ എല്ലാ കൺട്രീസിലും വാലിഡ് ആണ്. 2 സർട്ടിഫിക്കറ്റുകളും. അതുകൊണ്ടാണല്ലോ നമ്മൾ ഇന്ത്യൻ എംബസിയുടെ പിന്നെ മോഫയുടെയും അറ്റസ്റ്റേഷൻ ഒക്കെ റെഡിയാക്കി സെറ്റ് ആക്കുന്നത്, ഇന്റർനാഷണൽ സർട്ടിഫിക്കറ്റ് തരുന്നത്. ഓക്കെ. ഇന്റേൺഷിപ്പ് ചെയ്യണം എന്ന് നിർബന്ധമുണ്ടോ? ഇന്റേൺഷിപ്പ് ചെയ്യണമെന്ന് ഈ കോഴ്സ് ചെയ്യുന്നവർക്ക് ഇന്റേൺഷിപ്പ് ചെയ്യണമെന്നുള്ള ഒരു നിർബന്ധവും സ്മാർട്ട് സൈക്കില്ല. പക്ഷെ ഇന്റേൺഷിപ്പ് ചെയ്യുന്നതാണ് നിങ്ങൾക്ക് ഉത്തമം. എന്താണ്? ആ ജോലി പ്രായോഗികമായി പഠിക്കുന്നതിന് ഇന്റേൺഷിപ്പ് നിങ്ങളെ സഹായിക്കും. അതുകൂടാതെ ഒരു എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് കൂടി നിങ്ങൾക്ക് കിട്ടും. അത് ഈ കോഴ്സിനോടൊപ്പം തന്നെ ചെയ്യണമെന്നുമില്ല. നിങ്ങൾക്ക് എപ്പോഴാണോ സൗകര്യവും സമയവും ലഭിക്കുന്നത് ആ സമയത്ത് ചെയ്താൽ മതിയാകും. നിങ്ങൾ ഇന്റേൺഷിപ്പ് ചെയ്തില്ല എന്നുള്ള കാരണം കൊണ്ട് നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് കിട്ടാതെ ഇരിക്കുകയില്ല. 7 മൊഡ്യൂൾസും ഒരുമിച്ചല്ല എക്സാം. ആദ്യത്തെ ദിവസം ഒരു എക്സാം, പിറ്റേ ദിവസം അവധിയായിരിക്കും, ഒഴിവായിരിക്കും. ഒന്നിടവിട്ട ദിവസങ്ങളിലായിരിക്കും നിങ്ങൾക്ക് എക്സാം. ഓൾട്ടർനേറ്റീവ് ഡേയ്സിലായിരിക്കും നിങ്ങൾക്ക് എക്സാം. അപ്പോ എക്സാം 1-ാം തീയതി തുടങ്ങിയിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മുടെ ഡിപ്ലോമക്കാർക്ക് എക്സാം തീരുന്നത് 8-ാം തീയതി 9-ാം തീയതി ആയിരിക്കും. ഒന്നിടവിട്ട ദിവസങ്ങളായിരിക്കും. ഒരു ദിവസം എക്സാം ഉണ്ടാവും, പിറ്റേ ദിവസം എക്സാം ഉണ്ടാവില്ല. പഠിക്കാനുള്ള ദിവസമാണ്. പഠിച്ച് അതിന്റെ തൊട്ടടുത്ത ദിവസം എക്സാം എഴുതാം. PGക്കാർക്കും അങ്ങനെ തന്നെയായിരിക്കും കേട്ടോ. ഡിപ്ലോമ സ്റ്റുഡൻസ് ചോദ്യം പോയി. ഡിപ്ലോമ സ്റ്റുഡൻസ് ഇനി PGയിലേക്ക് മാറാൻ കഴിയുമോ? കഴിയും. ഡിപ്ലോമ സ്റ്റുഡൻസ് ആരെങ്കിലും PGയിലേക്ക് മാറണമെന്നുണ്ടെങ്കിൽ എനിക്ക് പേഴ്സണലി ഞാൻ തന്ന എന്റെ ബിസിനസ് നമ്പറിലേക്ക് മെസ്സേജ് ഇട്ടാൽ മതി. അവരെ അക്കൗണ്ട് സെക്ഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് മാറ്റാം. ഇനി അതിൽ മെസ്സേജ് ഇട്ടില്ല എന്നുണ്ടെങ്കിലും ഫീസ് കളക്ട് ചെയ്യാൻ വേണ്ടി നിങ്ങളെ വിളിക്കുന്ന
അക്കൗണ്ട് സെക്ഷനിലെ PROയുമായി ബന്ധപ്പെട്ടാലും നിങ്ങളുടെ അഡ്മിഷൻ എടുത്ത സ്റ്റുഡൻസ് ടീമിന്റെ സ്റ്റുഡൻസ് കൗൺസിലിനോട് ബന്ധപ്പെട്ടാലും നിങ്ങളെ PGയിലോട്ട് മാറ്റി തരുന്നതാണ്. ചാപ്റ്റർ ബേസ് ചോദ്യം തരുമോ? ചാപ്റ്റർ ബേസ് ആണല്ലോ നമ്മൾ അതാത് ദിവസം എടുക്കുന്ന പാഠഭാഗങ്ങൾ നമ്മൾ മോക്ക് ടെസ്റ്റ് ആയിട്ട് തരുമല്ലേ. പിന്നെ ചാപ്റ്റർ ബേസ് പിന്നെ പ്രത്യേകിച്ച് എന്താണ് അങ്ങനെ ചോദ്യം? ഓരോ ചാപ്റ്ററിൽ ഓരോ ദിവസവും എടുക്കുന്ന ഭാഗങ്ങൾ അന്നു തന്നെ നമ്മൾ മോക്ക് ടെസ്റ്റുകൾ തന്നുകൊണ്ടിരിക്കുവാണ്. ആ മോക്ക് ടെസ്റ്റുകൾ മാത്രം ചേർത്ത് പഠിച്ചാൽ മതിയാകും. PG ആൻഡ് ഡിപ്ലോമ ക്ലാസ് ഇപ്പോൾ ഒരുമിച്ച് അല്ലയോ? അതെ, ഇപ്പൊ ഒരുമിച്ചാണ്. ഡിപ്ലോമ പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ ക്ലാസ് കഴിയുമ്പോൾ 6 മാസം കഴിയുമ്പോൾ 4 മൊഡ്യൂൾ കഴിയുമ്പോൾ നിങ്ങളെ PGക്കാരെ വേറെ ക്ലാസ് റൂമിലോട്ട് മാറ്റുകയും അവർക്ക് 3 മൊഡ്യൂളുകൾ എക്സ്ട്രാ എടുത്തു തരികയും ചെയ്യും. ഓക്കെ സാർ, എക്സാം കഴിഞ്ഞിട്ട് സർട്ടിഫിക്കറ്റ് കിട്ടിയതിന് ശേഷമാണ് ഇന്റേൺഷിപ്പ് ചെയ്യാൻ പറ്റുന്നത്? അല്ല, ഇന്റേൺഷിപ്പ് എപ്പോ വേണമെന്നുണ്ടെങ്കിലും ചെയ്യാം. നിങ്ങളുടെ സൗകര്യം പോലെ കോഴ്സ് തുടങ്ങി ഒരു 3 മാസം കഴിഞ്ഞാൽ എപ്പോ വേണമെങ്കിലും നിങ്ങൾക്ക് ഇന്റേൺഷിപ്പ് ചെയ്യാം. ഇന്റേൺഷിപ്പ് ചെയ്യുന്നതിന് വേണ്ടി നിങ്ങൾക്ക് വേണ്ടി വരിക നമ്മുടെ സ്ഥാപനത്തിൽ നിന്നുള്ള ഒരു ഓഫർ ലെറ്റർ മാത്രമായിരിക്കും. അത് ഹോസ്പിറ്റലുകാർ ആവശ്യപ്പെടുന്ന മുറക്ക് നമ്മുടെ സ്ഥാപനത്തിൽ ആരോട് വെള്ളപ്പേപ്പറിൽ അപേക്ഷ എഴുതി സമീപിച്ചിട്ടുണ്ടെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് സെക്ഷനിൽ നിന്ന് നിങ്ങൾക്ക് ഇന്റേൺഷിപ്പിനുള്ള ഓഫർ ലെറ്റർ ലഭിക്കുന്നതാണ്. ഡിപ്ലോമ ഇല്ലാതെ PG എടുക്കാമോ? ആ ചോദ്യം മനസ്സിലായില്ല ആമിന. ആമിന ഒന്ന് വിശദീകരിച്ചേ. ആമിന MS. ആമിന MS, ആ ചോദ്യം എനിക്ക് ക്ലിയർ ആയില്ല. ഇന്റേൺഷിപ്പ് അനുവിദ്യയുടെ ഒരു ചോദ്യം, ഇന്റേൺഷിപ്പ് ട്രിവാൻഡ്രം ഉണ്ടോ? ഇന്റേൺഷിപ്പ് 2 രീതിയിലാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. ഒന്ന്, നമ്മുടെ പ്ലേസ്മെന്റ് സെൽ കുറെ ഇത് എല്ലാ ദിവസവും ഇതിന്റെ വേക്കൻസീസ് എൻക്വയറി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ റിക്വയർമെന്റ് അനുസരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും? ആ റിക്വയർമെന്റ് അനുസരിച്ചിട്ട് നമ്മൾ പിന്നെ ഇന്റേൺഷിപ്പിന്റെ കാര്യങ്ങൾ നിങ്ങളുടെ ഗ്രൂപ്പിൽ ഇട്ട് തരും. അതുകൂടാതെ നിങ്ങൾക്ക് നിങ്ങളുടെ വീടിനടുത്തോ തൊട്ട് നിങ്ങൾക്ക് സൗകര്യപ്രദമായ ഒരു സ്ഥലത്തെ ഹോസ്പിറ്റലുകളിൽ നിങ്ങൾക്ക് നേരിട്ട് ഇന്റേൺഷിപ്പ് എടുക്കാവുന്നതാണ്. നമ്മളായിട്ട് ഇന്റേൺഷിപ്പിനാക്കി തരികയല്ല ചെയ്യുന്നത് കേട്ടോ. ഗ്രാജുവേഷൻ പ്രോഗ്രാം ഉണ്ടാകുമോ? ഗ്രാജുവേഷൻ പ്രോഗ്രാം എന്ന് ഉദ്ദേശിച്ചത് കോൺവെക്കേഷൻ ആണോ? കോൺവെക്കേഷൻ സെറിമണി ആണോ? ഗ്രാജുവേഷൻ പ്രോഗ്രാം ഉണ്ടാകുമോ എന്ന് ചോദിച്ചത് ആരൊരാള്? ശ്രീലക്ഷ്മി KS. ആ ചോദ്യം ഒന്ന് ചോദിക്കാമോ? അൺമ്യൂട്ട് ചെയ്തിട്ട്. ശ്രീലക്ഷ്മി പോയോ? അതെ സാർ, അതിനെ ചോദിച്ചത്. കോൺവെക്കേഷൻ സെറിമണി അതൊരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ പറയാട്ടോ, ഒന്ന് കേൾക്കണേ. ഈ കോൺവെക്കേഷൻ സെറിമണി എന്ന് പറയുന്നത് അഭിമാനാർഹമായ ഒരു കാര്യമാണ്. എന്താണെന്നറിയോ? നമ്മളൊരു കോഴ്സൊക്കെ പഠിച്ചു, ഒരുപാട് കഷ്ടപ്പാടിന്റെ ഇടയിലാണ് പഠിക്കുന്നത്. വീട്ടില് അമ്മായിയമ്മയും ചിലപ്പോ ഹസ്ബൻഡും ഒക്കെ പിന്തുണങ്ങാഞ്ഞിട്ട് പോലും സപ്പോർട്ട് ചെയ്യാനിട്ട് പോലും ഒരുപാട് റിസ്ക് ഒക്കെ എടുത്തിട്ടാണ് നമ്മൾ പഠിക്കുന്നത്, ഒരു ജോലി നേടണം എന്നുള്ള ആഗ്രഹത്തിന്റെ പുറത്ത്. അപ്പോ നമ്മുടെ ഈ പ്രയത്നങ്ങളുടെ ഇടയിൽ നമ്മൾ കഷ്ടപ്പെട്ട് പഠിച്ച ഒരു സാധനം ഒരു വേദിയിൽ കയറി അങ്ങനെ ഉള്ള ഒരു പ്രീമിയം പ്രൊഫൈലിലുള്ള അക്കാദമിക് മേഖലയിലുള്ള ഒരാളുടെ കയ്യിൽ നിന്ന് ഈ സർട്ടിഫിക്കറ്റ് വാങ്ങണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നത് ഒരു വലിയ കാര്യമാണ്. അഭിമാനത്തോടെ തല ഉയർത്തിപ്പിടിച്ച് നട്ടൽ ഉയർത്തിപ്പിടിച്ച് നമ്മുടെ വീട്ടുകാരുടെയും കൂട്ടുകാരുടെയും ഒക്കെ മുമ്പിൽ വെച്ചിട്ട് അത് വാങ്ങുക എന്നുള്ളത് വലിയ കാര്യമാണ്, അഭിമാനാർഹമായിട്ടുള്ള കാര്യമാണ്. ഇനി ഒരു പക്ഷെ നിങ്ങളിൽ പലർക്കും അങ്ങനെ ഒരു ചാൻസ് ജീവിതത്തിൽ കിട്ടിയെന്നും വരില്ല. അപ്പൊ അതുകൊണ്ട് കോൺവെക്കേഷൻ സെറിമണി നടത്താനായിട്ട് ഞങ്ങൾ തയ്യാറാണ്. ആര്? സ്മാർട്ട് ശ്രീ തയ്യാറാണ്. ഓക്കെ, തയ്യാറാണ്. ഓക്കെ, കണ്ട ഇഷ്ടംപോലെ തമ്പ് വരുന്നുണ്ട്. പക്ഷേ ഒരു കാര്യം കേൾക്കണം കേട്ടോ, ഒരു കാര്യം കേൾക്കണേ. ഈ ഓൺലൈൻ പഠനത്തിന്റെ ഒരു പ്രശ്നം എന്താണെന്ന് അറിയോ? ഞാൻ കഴിഞ്ഞ 14 വർഷമായിട്ട് ഈ മേഖലയിലുള്ള ആളാണ്, അതുകൊണ്ട് പറയുന്നതാണ്. ഓൺലൈൻ പഠനത്തിന്റെ ഒരു കാര്യം എന്ന് വെച്ചാല് ഈ ക്ലാസ്സിനകത്ത് തന്നെ, ഈ ക്ലാസ്സിനകത്ത് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ളവരുണ്ട്. അതുകൂടാതെ കേരളം മുതൽ ഡൽഹി, ജമ്മു കാശ്മീർ വരെ ജോലി ചെയ്യുന്നവരും പഠിക്കുന്നവരും ഉണ്ട് ഇതിനകത്ത്. ഔട്ട് ഓഫ്
ഇന്ത്യ അബ്രോഡ് ഉള്ള ഒരുപാട് പേരുണ്ട്. അതാണ് ഒരു ഭാഗം. നമ്മൾ കോൺവെക്കേഷൻ സെറിമണി വെക്കുന്ന സമയത്ത് നിങ്ങളിൽ പലർക്കും ഒരുപക്ഷെ എത്തിപ്പെടാൻ പറ്റിയെന്ന് വരില്ല. അതൊരു ഭാഗമുണ്ട്. രണ്ടാമത്തെ ഭാഗം ഈ ക്ലാസ് തുടങ്ങുന്ന സമയത്തുള്ള ഒരു സ്പിരിറ്റോ കാര്യങ്ങളോ ഒക്കെ ചിലപ്പോ ക്ലാസ് കഴിയുന്ന സമയത്ത് ഉണ്ടായിന്ന് വരില്ല. പിന്നെ ഓഫ്ലൈൻ ക്ലാസ്സിലേതുപോലെ ഉള്ള അതിതീക്ഷ്ണവും തീവ്രവുമായിട്ടുള്ള ബന്ധങ്ങൾ ഒരു പക്ഷേ ഈ ഓൺലൈൻ ക്ലാസ്സിലെ സ്റ്റുഡൻസ് തമ്മിൽ ഉണ്ടാകണമെന്നുമില്ല. ഈ കാര്യങ്ങളൊക്കെ റിയാലിറ്റിയാണ് കേട്ടോ. അപ്പൊ ഈ കാര്യങ്ങൾ കൊണ്ട് ചിലപ്പോ കുറെ ആളുകൾ കോൺവെക്കേഷൻ ഒന്നും വരൂല. ഞങ്ങൾ കോൺവെക്കേഷൻ സെറിമണി നടത്താനായിട്ട് തയ്യാറാണ്. അത് ഈ കോഴ്സ് കഴിയുന്ന സമയത്ത്, ശ്രദ്ധിച്ച് കേൾക്കണേ, ഈ കോഴ്സ് കഴിയുന്ന സമയത്ത് നിങ്ങളിലുള്ള ഭൂരിപക്ഷം പേരും കോൺവെക്കേഷൻ സെറിമണി നടത്തണമെങ്കിൽ അതിന്റെ എക്സ്പെൻസ് ഉണ്ട്. ആ എക്സ്പെൻസ് നമുക്കതിൽ വേറെ ഇതൊന്നും വേണ്ട. പക്ഷെ ആ എക്സ്പെൻസ് ആ കോൺവെക്കേഷൻ സെറിമണിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ബാച്ച് തന്നെ മീറ്റ് ചെയ്യണം. അപ്പോ 2-3 ബാച്ചായിട്ട് നമുക്ക് കോൺവെക്കേഷൻ സെറിമണി വെക്കാം. അതിൽ ബുദ്ധിമുട്ടില്ല. അപ്പൊ അത് ആ സമയത്തെ സാധ്യത എങ്ങനെയാണെന്ന് നോക്കിയിട്ട് നമുക്ക് ചെയ്യാം. എല്ലാവരും പോസിറ്റീവ് ആണെങ്കിൽ നമ്മളും പോസിറ്റീവായിട്ട് അത് ചെയ്തു തരും. നിങ്ങളുടെ ആ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കാനായിട്ട് സ്മാർട്ട് ശ്രീ കൂടെ ഉണ്ടാവും കേട്ടോ. ഓക്കെ, ഇന്റേൺഷിപ്പ് ചെയ്യുന്നതിന് സ്മാർട്ട് ശ്രീ ഹെൽപ്പ് ചെയ്യും. അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞല്ലോ. ടു ഫൈൻഡ് ദ നിയറസ്റ്റ് ഹോസ്പിറ്റൽസ് ഓഫ് ദ കാൻഡിഡേറ്റ്. അത് അങ്ങനെയാണ്. അങ്ങനെയുള്ള വേക്കൻസീസ് നമ്മൾ അന്വേഷിച്ച് കണ്ടെത്തും. മനസ്സിലായി? അതുകൂടാതെ നിങ്ങൾക്കും നിങ്ങളുടെ വീടിനടുത്ത് സൗകര്യപ്രദമായിട്ടുള്ള സ്ഥലത്തുള്ളത് കണ്ടെത്തുക. നമ്മളല്ല ഇന്റേൺഷിപ്പ് റെഡിയാക്കി കൊടുക്കുന്നത്. നമ്മൾ ഇന്റേൺഷിപ്പിന് ആവശ്യമായിട്ടുള്ള ഓഫർ ലെറ്ററാണ് നമ്മൾ റെഡിയാക്കി കൊടുക്കുന്നത്. ഓക്കെ സാർ, പാസ് മാർക്ക് പറഞ്ഞില്ല. പാസ് മാർക്ക് എന്ന് പറയുന്നത് 60-ൽ 21 മാർക്ക് പാസ് മാർക്ക്. അതിനോടൊപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ഇന്റേൺഷിപ്പ് മാർക്കും കൂടി ഓട്ടോമാറ്റിക്കലി കയറുമല്ലോ. അപ്പൊ 35 മാർക്കാവും. 100 മാർക്കിൽ 35 മാർക്കാണ്. 400 മാർക്കാണല്ലോ ആകെ കിട്ടുന്നത്. 100 മാർക്കിൽ 35 മാർക്കാണ് പാസ് മാർക്ക്. ഓക്കെ, ഈ ആമിനയുടെ ചോദ്യം എനിക്ക് ഇപ്പോഴും വ്യക്തമായിട്ടില്ല. അതൊന്ന് പറയാമോ? മോക്ക് ടെസ്റ്റ് ക്ലാസ് റൂം സബ്മിറ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണ്? മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാനായിട്ടൊന്നുമില്ല. മോക്ക് ടെസ്റ്റ് ഗൂഗിൾ ക്ലാസ് റൂമിൽ കയറിയിട്ടുണ്ടെങ്കിൽ മോക്ക് ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫയൽ ഉണ്ടാവും. ആ ഫയലിൽ ക്ലിക്ക് ചെയ്താൽ അത് ഓപ്പൺ ആവും. അതിനകത്ത് ചോദ്യങ്ങൾ ഉണ്ടാവും, 4 ഉത്തരങ്ങൾ ഉണ്ടാകും. ആ 4 ഉത്തരങ്ങളിൽ നിങ്ങൾക്ക് ശരിയെന്ന് തോന്നുന്ന ഉത്തരം അറ്റൻഡ് ചെയ്ത് അവസാനം ഒരു സബ്മിറ്റ് ബട്ടൺ ഉണ്ടാവും. അത് സബ്മിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി ആയിക്കോളും. ഓക്കെ, അടുത്ത ചോദ്യം. പിന്നെ സർ പാസ് മാർക്ക് പറഞ്ഞില്ല. ഡിപ്ലോമയും PG ഡിപ്ലോമയ്ക്കും തമ്മിലുള്ള ഡിഫറൻസ് പറയാം. ജോലി സാധ്യത കൂടുതൽ ആണോ PG ഡിപ്ലോമ ചെയ്താൽ? അതെ, PG ഡിപ്ലോമ ചെയ്താൽ ജോലി സാധ്യത കൂടുതൽ. എങ്ങനെയാണ്? ഈ ഹോസ്പിറ്റലുകൾക്കകത്തെ 15 മുതൽ 19ഓളം ജോബ് റോളുകൾ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. ആ ജോബ് റോളുകൾക്കകത്ത് കുറച്ച് ജോലികൾ ഹൈ പ്രൊഫൈൽ ജോബുകളുണ്ട്. ആ ജോലികൾ കിട്ടുന്നത് പ്രധാനമായിട്ടും ഈ PG കാർക്കാർക്ക്. വളരെ മെച്യൂർഡ് ആയിട്ടുള്ള അക്കാദമിക്കലി ഉയർന്നിട്ടുള്ള ആളുകൾ ചെയ്യേണ്ട കുറച്ച് ജോലികളുണ്ട്. ആ ജോലികൾക്ക് വേണ്ടിയിട്ട് നിയോഗിക്കപ്പെടുക PG കാർക്കായിരിക്കും. അതിനർത്ഥം ഡിപ്ലോമക്കാർക്ക് അവസരമില്ല എന്നല്ല. ഡിപ്ലോമക്കാർക്കും ഒരുപാട് ജോബ് റോളുകൾ ഉണ്ട് കേട്ടോ. ശരി, അടുത്തത്. ഇന്റേൺഷിപ്പ് എവിടെ വേണമെങ്കിലും ചെയ്യാം. എവിടെ വേണമെങ്കിലും ചെയ്യാം. ലോകത്ത് എവിടെ വേണമെങ്കിലും ചെയ്യാം കേട്ടോ ഇന്റേൺഷിപ്പ്. പ്ലേസ്മെന്റ് ഒരു ഇമ്പോർട്ടന്റ് കാര്യം. അതൊന്ന് പറയുന്നത് ശ്രദ്ധിച്ചേക്കണം കേട്ടോ. പറയാൻ വിട്ടുപോയി. വരാൻ പറ്റുന്നവർക്ക് വരാലോ. വന്നോ കോൺവെക്കേഷൻ സെറിമണിയുടെ അല്ലേ, അത് ചെയ്യാം നമുക്ക് കേട്ടോ. പ്ലേസ്മെന്റിന്റെ കാര്യം എല്ലാവരും ഒന്ന് കേൾക്കണം കേട്ടോ. ഞാൻ നേരത്തെ ഒരു വാക്ക് പറഞ്ഞു, വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ടേ. എന്താ ഈ മേഖല വലിയ തട്ടിപ്പുകളും കൊള്ളക്കച്ചവടവും കൊള്ള ലാഭവും നടക്കുന്ന ഒരു മേഖലയാണെന്ന് ഞാൻ പറഞ്ഞു. കേരളത്തില് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ നടത്തുന്ന ചില സ്ഥാപനങ്ങൾ, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ മാത്രമല്ല ജോബ് കോഴ്സുകൾ നടത്തുന്ന പല സ്ഥാപനങ്ങളും ശീലിച്ചു പോരുന്ന തെറ്റായ ചില പരസ്യ പ്രചാരണങ്ങളുണ്ട്. അതിലൊന്നാണ് പ്ലേസ്മെന്റ്. ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കണേ. 5 ആണ് ആ ചോദ്യം ചോദിച്ചിട്ടുള്ളത്, പ്ലേസ്മെന്റിന്റെ കാര്യം. 5 കേരളത്തിലെ ഏറ്റവും പേര് കേട്ട ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ പഠിപ്പിക്കുന്ന
ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിലോട്ട് വിളിക്കുകയാണ്. എന്തിനു വിളിക്കുന്നു? അതിന്റെ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി വിളിക്കുകയാണ്. അപ്പോ ആ ഇൻസ്റ്റിറ്റ്യൂട്ടുകാർക്ക് ആകെ അഞ്ജുവിനെ കുറിച്ച് അറിയാവുന്നത് രണ്ട് കാര്യങ്ങളായിരിക്കും. ഒന്ന്, അഞ്ജുവിന്റെ പേര് അഞ്ജു പറഞ്ഞത് പ്രകാരം അറിയാൻ പറ്റും. രണ്ടാമത്തേത്, അഞ്ജുവിന്റെ ഫോൺ നമ്പർ അങ്ങോട്ടേക്ക് കോൾ ചെല്ലുമ്പോൾ അറിയാനായിട്ട് പറ്റും. ഈ 2 കാര്യങ്ങളെ അവർക്ക് അറിയുള്ളൂ. പക്ഷെ അവര് പറയുന്ന കാര്യം, നിങ്ങൾ ഇപ്പൊ തന്നെ ഒരു 8,000 രൂപ അടച്ച് നിങ്ങളുടെ സീറ്റ് ബുക്ക് ചെയ്തോ, നിങ്ങൾക്ക് പ്ലേസ്മെന്റ് ഉറപ്പാണ്. എന്താണ്? നിങ്ങൾ പൈസ അടച്ച് ബുക്ക് ചെയ്തോ, ഈ കോഴ്സ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്ലേസ്മെന്റ് ഉറപ്പാണ്. ശ്രദ്ധിച്ചു കേൾക്കണോട്ടോ ഞാൻ പറയുന്ന പോയിന്റ്. അത് യഥാർത്ഥത്തിൽ ഒരു തട്ടിപ്പാണ് എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. കാരണം അഞ്ജുവിന്റെ അക്കാദമിക് മികവ് എന്താണ് എന്ന് ആ ഇൻസ്റ്റിറ്റ്യൂട്ടുകാർക്ക് അറിയൂല. അഞ്ജുവിന്റെ പെർഫോമൻസ് ലെവൽ എന്താണെന്ന് ആ ഇൻസ്റ്റിറ്റ്യൂട്ടുകാർക്ക് അറിയൂല. ഇതൊന്നും അറിഞ്ഞുകൂടാത്ത ഒരാളോട് പൈസ അടച്ചോ പ്ലേസ്മെന്റ് തരാം എന്ന് എന്തുറപ്പിൽ പറയാനായി സാധിക്കും? എന്താണ് ഒരാൾക്ക് ഒരു കോഴ്സ് ചെയ്ത് ജോലി കിട്ടുന്നതിനുള്ള മാനദണ്ഡം? ഒന്ന്, ആ കോഴ്സിനകത്ത് അയാൾ വിജയിച്ചിട്ടുണ്ടാകണം. രണ്ടാമത്തേത്, ആ വിഷയത്തിനകത്ത് അയാൾ ഒരു എക്സ്പെർട്ടായി മാറിയിരിക്കണം. മൂന്നാമത്തേത്, അയാൾ ഈ വേക്കൻസി ഉള്ള സ്ഥലത്ത് ചെന്നിട്ട് ഇന്റർവ്യൂവിൽ അറ്റൻഡ് ചെയ്യണം. ഇന്റർവ്യൂ ബോർഡിന്റെ മുന്നിൽ ഇന്റർവ്യൂവിൽ അയാൾ പാസ്സാകണം. ഓക്കെ. ഈ പറയുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടുകാർക്ക് അഞ്ജുവിന്റെയോ അല്ലെങ്കിൽ എന്റെയോ അല്ലെങ്കിൽ ശ്രീലക്ഷ്മിയുടെയോ ഷഹാനയുടെയോ ബിന്ദു ജയന്റെയോ തോളിൽ കൈയിട്ടുകൊണ്ടേ ഇന്റർവ്യൂ നടക്കുന്ന ഇന്റർവ്യൂ ബോർഡ് ഇരിക്കുന്ന റൂമിന്റെ പടിവാതിക്കൽ വരെ, ഡോർ സ്റ്റെപ്പ് വരെ വരാൻ പറ്റുള്ളൂ. ഇന്റർവ്യൂവിന്റെ മുമ്പിൽ ആരൊറ്റക്ക് ചെന്നിരിക്കണം എന്ന്? അഞ്ജുവും ഷഹാനയും ഷെഫീനയും ബിന്ദു ജയനും ഒറ്റക്ക് ചെന്നിരിക്കണം. ഒറ്റക്ക് ചെന്നിരുന്ന് ഇന്റർവ്യൂ പാസ്സാകണം. അവർക്ക് പറഞ്ഞു തരാൻ പറ്റുമോ? നിങ്ങൾക്ക് വേണ്ടിയിട്ട് പകരം പ്രോക്സി ആയിട്ട് നിങ്ങൾക്ക് അവർക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുമോ? പറ്റൂല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അതൊരു തട്ടിപ്പ് പരസ്യവാചകമാണ്. പ്ലേസ്മെന്റ് കൊടുക്കലല്ല. പക്ഷെ അതിന് ഞാൻ കാര്യങ്ങൾ വിശദീകരിക്കാട്ടെ. അപ്പോ ഇന്റർവ്യൂവിനകത്ത് നിങ്ങൾ പെർഫോം ചെയ്യുക എന്നുള്ളതാണ് പ്രധാനം. ഇന്റർവ്യൂവിനകത്ത് എങ്ങനെ ഇവിടുത്തെ സാധാരണക്കാരിയായിട്ടുള്ള ഒരു വീട്ടമ്മ പെർഫോം ചെയ്യും, അത് ചെയ്യുന്നത് വേണ്ടിയിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ട്. അതൊരു പ്രത്യേക സെഷനാണ്. അത് നമ്മൾ ഈ കോഴ്സിനൊപ്പം നിങ്ങൾക്ക് തരുന്നുണ്ട്. ഇന്റർവ്യൂ ഗ്രൂമിങ്. ഇന്റർവ്യൂവിൽ ചെന്നിരിക്കുമ്പോൾ നിങ്ങളുടെ വർക്കിംഗ് സ്റ്റൈൽ എങ്ങനെയായിരിക്കണം? കല്യാണ വീട്ടിൽ പോകുന്ന പോലെയല്ല ഇന്റർവ്യൂവിന് പോകേണ്ടത്. മനസ്സിലായില്ലേ? കല്യാണ വീട്ടിൽ പോകുന്നത് വേറൊരു അപ്പിയറൻസിലാണ്, ഇന്റർവ്യൂവിന് പോകേണ്ടത് വേറൊരു അപ്പിയറൻസിലാണ്. അവിടെ നടന്നു കയറേണ്ടത് എങ്ങനെയാണ്? ഇന്റർവ്യൂ റൂമിലേക്ക് കയറി ചെല്ലേണ്ടത് എങ്ങനെയാണ്? ചെന്ന് കസേരയിൽ ഇരിക്കേണ്ടത് എങ്ങനെയാണ്? അന്നേരം നമ്മുടെ ബോഡി ലാംഗ്വേജ് എന്തായിരിക്കണം? നമ്മുടെ മാനറിസം എന്തായിരിക്കണം? നമ്മൾ എങ്ങനെയാണ് സംസാരിച്ച് തുടങ്ങേണ്ടത്? എങ്ങനെയാണ് ഇന്റർവ്യൂവിന് മറുപടികൾ പറയേണ്ടത്? ഈ കാര്യങ്ങളെ സംബന്ധിച്ചിട്ടുള്ള കൃത്യമായിട്ടുള്ള ഇന്റർവ്യൂ ഗ്രൂമിങ് ക്ലാസ് നിങ്ങൾക്ക് ഉണ്ടാവും. ഈ കോഴ്സ് കഴിയുമ്പോഴേ ഉണ്ടാകും നിങ്ങൾക്ക്. ഓക്കെ. അപ്പോ ഇന്റർവ്യൂവിൽ നിങ്ങളുടെ പെർഫോമൻസ് അനുസരിച്ചിട്ടാണ് നിങ്ങൾക്ക് ജോലി കിട്ടുന്നത്. ഞാൻ ഈ പറഞ്ഞ സ്ഥാപനത്തിന്റെ ഒരു കാര്യം കൂടി പറയാം. പ്ലേസ്മെന്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവര് പരസ്യത്തിൽ പറയുന്നത് ഒരു വർഷത്തിൽ 200-ൽ കൂടുതൽ പ്ലേസ്മെന്റ് അവർ നൽകുന്നു. ഒരു മാസത്തിലാണ് തോന്നുന്നത് 200 കൂടുതൽ പ്ലേസ്മെന്റ് അവർ കൊടുക്കുന്നു എന്നാ പറയുന്നത്. അവിടെ ഒരു മാസം ചേരുന്ന ആളുകളുടെ എണ്ണം 50,000-ഉം 60,000-ഉമാണ്. ആ സ്ഥാപനങ്ങളുടെ പരസ്യമില്ലാത്ത ഒരു ചാനലും മലയാളത്തിലില്ല. ഏത് വാർത്താ ചാനൽ വേണമെങ്കിൽ നിങ്ങൾ എടുത്തോ. ഏഷ്യാനെറ്റ് ന്യൂസ് എടുത്തോ, റിപ്പോർട്ടർ എടുത്തോ, 24 എടുത്തോ, കൈരളി എടുത്തോ, ജയ്ഹിന്ദ് എടുത്തോ, ജനം TV എടുത്തോ, ഏത് ചാനൽ എടുത്തിട്ടുണ്ടെങ്കിലും, രാജ് ന്യൂസ് എടുത്തോ, ന്യൂസ് 18 എടുത്തോ, ഏത് ചാനലിലും ഇവരുടെയൊക്കെ പരസ്യമുണ്ട്. ലക്ഷക്കണക്കിന് ആളുകളാണ് അവിടെ ഒരു 3 മാസം കൊണ്ടൊക്കെ പഠിച്ചിറങ്ങുന്നത്. ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലായോ? അവർക്ക് എല്ലാവർക്കും അവർക്ക് പ്ലേസ്മെന്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? ഇല്ല. അവര് പ്ലേസ്മെന്റ് ചെയ്യുന്ന രീതിയും ഞങ്ങൾ പ്ലേസ്മെന്റ് ചെയ്യുന്ന രീതിയും ഒന്ന് തന്നെയാണ്. പക്ഷെ അവര് പറയുന്നത് പ്ലേസ്മെന്റ് 100% എന്ന് പറയുന്നു. നമ്മൾ 100% പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് എന്ന് പറയുന്നു. എന്താ നമ്മൾ ചെയ്യുന്ന കാര്യം? അവര് ചെയ്യുന്ന കാര്യം എന്താണെന്നറിയോ? അവര് ഒരു പ്ലേസ്മെന്റ് സെല്ല് പ്രവർത്തിക്കുന്നുണ്ട്, നമുക്കും ഒരു പ്ലേസ്മെന്റ് സെല്ല് പ്രവർത്തിക്കുന്നുണ്ട്. അവര് ഈ ഹോസ്പിറ്റലുകളിലോട്ട് അന്വേഷിക്കും, വേക്കൻസികൾ അന്വേഷിക്കും.
വേക്കൻസികൾ അന്വേഷിച്ചിട്ട് അന്വേഷിച്ച വേക്കൻസികള് ചോദിച്ച് അറിഞ്ഞിട്ട് അതിന്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഇട്ടു തരും. നിങ്ങൾ അങ്ങോട്ടേക്ക് അപേക്ഷ അയക്കണം ഇന്റർവ്യൂവിന്. അപ്പോ അവർ ഇന്റർവ്യൂവിന് കോൾ ഫോർ ചെയ്യും, അല്ലെങ്കിൽ ഇന്റർവ്യൂവിന്റെ ഡേറ്റ് നിങ്ങളെ അറിയിക്കും. നിങ്ങൾ ഇന്റർവ്യൂവിൽ ചെല്ലണം. ആ സ്ഥാപനത്തിൽ പഠിച്ചവരും അവിടെ ഇന്റർവ്യൂവിന് വരും. ഇന്റർവ്യൂ ബോർഡിന്റെ മുന്നിൽ ആരാണോ നന്നായി പ്രസന്റ് ചെയ്യുന്നത് അവർക്കാണ് ജോലി കിട്ടുന്നത്. അത് നിങ്ങളുടെ പെർഫോമൻസിന്റെ അടിസ്ഥാനത്തിലാണ്. മനസ്സിലായി? അപ്പൊ നിങ്ങളുടെ പെർഫോമൻസ് ആണ് അതിൽ പ്രധാനം. ആ പെർഫോമൻസ് ഏറ്റവും മികച്ച രീതിയിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്റർവ്യൂ ഗ്രൂമിങ്ങും കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഇംഗ്ലീഷ് ക്ലാസ്സുകളും നമ്മൾ തരുന്നത്. ഇംഗ്ലീഷ് ക്ലാസ്സിന് ഇംഗ്ലീഷ് പരീക്ഷ ഇല്ല, നിങ്ങൾക്ക് സിലബസിന്റെ ഭാഗമല്ല. പക്ഷെ നിങ്ങൾക്ക് തരുന്നത് ഫ്രണ്ട് ഓഫീസിൽ എങ്ങനെ സംസാരിക്കണം, പേഷ്യൻസിനോട് എങ്ങനെ സംസാരിക്കണം, പബ്ലിക്കിനോട് എങ്ങനെ സംസാരിക്കണം, പ്രാഥമികമായിട്ട് കുറെ കാര്യങ്ങൾ അറിയണ്ടേ. അത് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ആഴ്ചയിൽ 2 ഇംഗ്ലീഷ് ക്ലാസ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് തരുന്നത്. കേട്ടോ? അപ്പോ നമ്മൾ തരുന്നത് ഇങ്ങനെയാണ്. പ്ലേസ്മെന്റിന്റെ കാര്യങ്ങൾ നമ്മുടെ പ്ലേസ്മെന്റ് സെല്ലിൽ അന്വേഷിച്ചറിഞ്ഞിട്ട് ആ കാര്യങ്ങൾ നിങ്ങൾക്ക് ഇട്ടു തരും. അതാണ് ഒന്ന്. രണ്ടാമത്തേത്, കേരളത്തിലെ മുഴുവൻ ഹോസ്പിറ്റലുകളുടെയും HR ഡിപ്പാർട്ട്മെന്റിന്റെ ഡാറ്റ. HR ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റലുകൾക്ക് ആവശ്യമായിട്ടുള്ള ജോലിക്ക് ആവശ്യമായിട്ടുള്ള ആളുകളെ എടുക്കുന്ന, ഹ്യൂമൻ റിസോഴ്സിനെ റിക്രൂട്ട് ചെയ്യുന്ന, അവരുടെ കാര്യങ്ങൾ നോക്കുന്ന ഡിപ്പാർട്ട്മെന്റ് ആണ്. HR ഡിപ്പാർട്ട്മെന്റിന്റെ ഡാറ്റ നിങ്ങൾക്ക് തരും. നിങ്ങൾ അങ്ങോട്ടേക്ക് CV അയച്ചിടുക. അവിടെ വേക്കൻസി വരുന്ന മുറക്ക് നിങ്ങളെ അറിയിക്കും അവര്. ഓക്കെ, അതാണ് പ്ലേസ്മെന്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയാനുള്ള കാര്യം. 3 months കഴിഞ്ഞാൽ ഇന്റേൺഷിപ്പ് ചെയ്യാൻ സാധിക്കും. എന്ന് മുതലാണ് മോക്ക് ടെസ്റ്റ് തുടങ്ങുന്നത്? നിങ്ങൾക്ക് എന്നാണ് ക്ലാസ് തുടങ്ങുന്നത് അന്ന് മുതൽ നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റുകൾ ഗൂഗിൾ ക്ലാസ് റൂമുകളിലുണ്ട്. മോക്ക് ടെസ്റ്റ് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. ഗൂഗിൾ ക്ലാസ് റൂമിൽ ചെല്ലുക. മോക്ക് ടെസ്റ്റിലുള്ള സെയിം ക്വസ്റ്റ്യൻസ് ആണോ എക്സാമിന് വരിക? മോക്ക് ടെസ്റ്റിലുള്ള സെയിം ക്വസ്റ്റ്യൻസ് വരും. ഒരുപാട് ആഗ്രഹമുണ്ട് അങ്ങനെ സർട്ടിഫിക്കറ്റ് വാങ്ങാൻ പറ്റുന്നവർക്ക് നിശ്ചയമായും വരണം. ശ്രീലക്ഷ്മി, നമ്മൾ ഉണ്ടാവും കൂടെ. ഓക്കെ, പ്ലേസ്മെന്റിന്റെ കാര്യം പറഞ്ഞു. സോഫ്റ്റ്വെയർ സർട്ടിഫിക്കറ്റിന്റെ ഡിജിറ്റൽ കോപ്പി നിങ്ങൾക്ക് തരാം, കുഴപ്പമില്ല. ഒന്നുകൂടി ക്ലിയർ ആക്കുമോ? ഡിപ്ലോമ ആൻഡ് PG ഡിഫറൻസ്. ഷഹന, ഞാൻ പറഞ്ഞ കാര്യം ക്ലിയർ ആയില്ലേ? ഷഹന കാര്യം ചെയ്താൽ മതി. ഈ ക്ലാസ് നിങ്ങൾക്ക് തിങ്കളാഴ്ച ഉച്ചക്ക് 2 മണിക്കുള്ളിൽ നിങ്ങളുടെ ഗൂഗിൾ ക്ലാസ് റൂമിൽ അവൈലബിൾ ആയിരിക്കും. അതില് പിന്നെ കേറിയിട്ട് ഒന്നുകൂടി ഞാൻ പറഞ്ഞ ഭാഗങ്ങൾ കേൾക്കുക. അത് കേട്ടിട്ട് സംശയമുണ്ടെങ്കിൽ എന്റെ ഫോൺ നമ്പറിൽ ബന്ധപ്പെട്ടാൽ മതി, വിശദമായി പറഞ്ഞു തരാം. ഇപ്പോൾ ഡിപ്ലോമ ചെയ്ത കോഴ്സ് തീരാറാവുമ്പോൾ PG കോഴ്സിലേക്ക് മാറാൻ പറ്റുമോ? പറ്റും. PGക്കാർക്ക് എപ്പോഴൊക്കെയാണ് മൊഡ്യൂൾ എക്സാം ഉണ്ടാവുക? PGക്കാർക്ക് ഈ 1ഉം 2ഉം കഴിയുമ്പോൾ ഡിപ്ലോമക്കാർക്ക് ഒപ്പോൾ എക്സാം, 3ഉം 4ഉം കഴിയുമ്പോൾ എക്സാം, അത് കഴിഞ്ഞ് 5, 6, 7 മൊഡ്യൂളുകൾ ഒരുമിച്ച് ഒരു എക്സാം, അത് കഴിഞ്ഞ് മോഡൽ എക്സാം. ഇന്റേൺഷിപ്പിന് പോകുമ്പോൾ സർട്ടിഫിക്കറ്റ് വേണമെന്നില്ല. നമ്മുടെ സ്ഥാപനത്തിൽ നിന്നുള്ള ഓഫർ ഇത്ര മതി. നമ്പർ ഒന്നുകൂടെ പറയാമോ? 9235 700 300 9235 700 300. കമന്റ് ബോക്സിൽ ഒന്നുകൂടി ഇട്ടിട്ടുണ്ട്. ഓക്കെ, ഡിഗ്രി ഉണ്ടായെങ്കിൽ അല്ലേ PG ഡിഗ്രി ഉണ്ടായെങ്കിൽ അല്ലേ PG കയറാൻ പറ്റൂ? ഡിഗ്രി ഉള്ളവർക്ക് കയറാം. 2 വർഷത്തിൽ ഡിപ്ലോമ ചെയ്തവർക്ക് കയറാം. 2ാം വർഷ ഡിപ്ലോമ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് കയറാം. ഡിഗ്രി സെക്കൻഡ് ഇയറോ ഫൈനൽ ഇയറോ ചെയ്യുന്നവർക്ക് ചെയ്യാം. ഓക്കെ, വേറെ ചോദ്യങ്ങളൊന്നും വന്നിട്ടില്ല. ഇനി ആർക്കെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കാനുണ്ടോ? ചോദിക്കാനുണ്ടെങ്കിൽ അൺമ്യൂട്ട് ചെയ്തിട്ട് ചോദിക്കാട്ടോ. സംശയങ്ങളെ ചോദിക്കാനുണ്ടെങ്കിൽ അൺമ്യൂട്ട് ചെയ്തിട്ട് ചോദിക്കാം. മെസ്സേജ് അല്ലാതെ അൺമ്യൂട്ട് ചെയ്തും ചോദിക്കാട്ടോ. 3 മാസം കഴിഞ്ഞാൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വന്നാൽ മതിയോ? എന്തിനാണാവോ? ബിന്ദു ജയൻ, എനിക്ക് മനസ്സിലായില്ല. 3 മാസം കഴിഞ്ഞിട്ട് എന്തിനു വേണ്ട കാര്യമാണ് പറഞ്ഞത്? ബിന്ദു ജയൻ is there.
MS വേഡിന്റെ സർട്ടിഫിക്കറ്റ് ഉണ്ടാവുക. നമ്മൾ ചെയ്യുന്നത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ അല്ലേ? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ആണ് ഉണ്ടാവുക. എന്ത് കാര്യത്തിനാണെങ്കിലും ഇൻസ്റ്റിറ്റ്യൂട്ടിലോട്ട് നേരിട്ട് വരണമെന്നില്ല, അങ്ങനെ ബുദ്ധിമുട്ടേണ്ടതില്ല. നമ്മളെ ഫോണിൽ ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ കാര്യത്തിന് ഒരു പരിഹാരം നമ്മൾ ഉണ്ടാക്കിയിരിക്കും. എനിക്ക് ബിന്ദുജന്റെ ചോദ്യം മനസ്സിലായില്ല. എന്തായാലും മോക്ക് ഇന്റർവ്യൂ സെഷൻ കൊടുക്കുന്നുണ്ടല്ലോ. ഉണ്ട് 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 ഉണ്ടാവും. ഓഫർ ലെറ്ററിൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വന്നാലും മതിയോ? വരണ്ട. വെള്ളപ്പേപ്പറിൽ അപേക്ഷ എഴുതി വാട്സപ്പിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓഫർ ലെറ്റർ ഡിജിറ്റലായി കിട്ടുന്നതാണ്. അത് കൊടുത്താലും മതിയാകും. ഈസ് ദ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രൂവിംഗ് എന്നാണോ പ്രൊവൈഡിങ് എന്നാണോ? ഇന്റർവ്യൂ സെഷൻ പ്രൊവൈഡ് ചെയ്യും. ലുലു ഫസാന ഓഫ്ലൈൻ എക്സാം ഉണ്ടോ? ഓഫ്ലൈൻ എക്സാം ഉണ്ടാവുകയില്ല. ചോദ്യങ്ങൾക്ക് നേരിട്ട് ചോദിക്കാനില്ല, ആർക്കും ചോദിക്കാനില്ല. സംശയങ്ങളൊക്കെ ഏറെക്കുറെ കഴിഞ്ഞ മട്ടാണ്. കഴിഞ്ഞോ? ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടോ? ഹലോ സാർ, പറഞ്ഞോ. ഇപ്പൊ നമ്മുടെ എക്സാം കഴിഞ്ഞ് നമുക്ക് സർട്ടിഫിക്കറ്റ് കിട്ടുമ്പോൾ ഇപ്പൊ നമ്മുടെ മാർക്കിന്റെ ബേസിസിൽ അതിനെ ക്ലാസ് ഐഷ മുദാസർ ഒന്നുകൂടി ചോദിച്ച ചോദ്യം ക്ലിയർ ആയില്ല. നമ്മള് എക്സാം കഴിഞ്ഞിട്ട് ഇപ്പൊ സർട്ടിഫിക്കറ്റ് കിട്ടുമല്ലോ, അപ്പൊ അതിലിപ്പോ നമുക്ക് കിട്ടുമ്പോഴേ നമ്മളിപ്പോ ഡിഗ്രിക്കൊക്കെ സർട്ടിഫിക്കറ്റ് കിട്ടുമ്പോ നമുക്ക് അതിന് ഫസ്റ്റ് ക്ലാസ്, സെക്കൻഡ് ക്ലാസ് അങ്ങനെയൊക്കെ ഉണ്ടാവില്ലേ? അതുണ്ടാവും. ഫസ്റ്റ് ക്ലാസ്, സെക്കൻഡ് ക്ലാസ്, തേർഡ് ക്ലാസ് എന്നൊക്കെ ഉണ്ടാവും. ഗ്രേഡ് അടിസ്ഥാനത്തിൽ ഉണ്ടാവും കേട്ടോ. +2 ആയവർക്ക് PG ചെയ്യാൻ പറ്റൂല. ജോസഫ് സ്കറിയ പറ്റത്തില്ല. ബിന്ദു ജയൻ സാർ പറയൂ. ബിന്ദു ക്ലിയർ ആയില്ല. സാർ മറ്റേ 3 month കഴിഞ്ഞ് ഇന്റേൺഷിപ്പ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞിട്ടില്ലേ? ചെയ്യാൻ പറ്റും. അതിന് ഓഫർ ലെറ്റർ വാങ്ങാൻ ഓഫീസ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വരണ്ട. വാട്സാപ്പിൽ വെള്ളപ്പേപ്പറിൽ ഒരു അപേക്ഷ ഇട്ടാൽ മാത്രം മതി. ഓക്കെ. എന്താണ് സാമ്പിൾ സർട്ടിഫിക്കറ്റ്? സെൻഡിൻ ഗ്രൂപ്പ് സാമ്പിൾ സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ അഡ്മിഷൻ എടുത്ത സ്റ്റുഡന്റ് കൗൺസിലർ ഇല്ലേ, ആ കൗൺസിലറെ ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അയച്ചു തരും. നമ്മൾ റിക്വസ്റ്റ് വൈറ്റ് പേപ്പർ എഴുതി വാട്സപ്പ് അയക്കുമ്പോഴാണോ ഓഫർ ലെറ്റർ കിട്ടുന്നത്? അതെ, അങ്ങനെയാണ്. ഫൈനൽ എക്സാമിന് എത്ര ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, ഫൈനൽ എക്സാമിന് എത്ര ക്വസ്റ്റ്യൻസ് ഉണ്ടാകും എന്നുള്ളത് അതാത് സമയത്തെ സർട്ടിഫിക്കേഷൻ കൗൺസിലിന്റെ തീരുമാനമാണ്. സാർ ഒരു ഡൗട്ട്. ജസ്റ്റ് ചോദിക്കൂ. നമ്മൾ PG കഴിഞ്ഞ ഒരാളാണ് ഞാൻ. അപ്പൊ എനിക്ക് PG ആണോ അതോ ഡിപ്ലോമ ആണോ ഒന്നും കൂടെ നല്ലതായി? PG ഈ വിഷയത്തിലുള്ള PG. ഓക്കെ. ജസ്റ്റ് കഴിഞ്ഞിട്ടുള്ള PG വേറെ ഏതെങ്കിലും ഒരു സബ്ജക്റ്റിലായിരിക്കുമല്ലോ. അതെ. ഈ വിഷയത്തിലുള്ള അവഗാഹത്തെ സൂചിപ്പിക്കുന്നതിനാണ് ഈ വിഷയത്തിലുള്ള PG ചെയ്യേണ്ടത്. അപ്പൊ ഡിപ്ലോമ അത് PG ഒന്നും കൂടെ നല്ലത് PG ആണ് നല്ലത്. അതെ, യെസ്. അടുത്തെന്താണ്? മോക്ക് ടെസ്റ്റ് ഗൂഗിൾ ക്ലാസ് റൂമിൽ ഇപ്പോൾ ഇട്ടിട്ടുണ്ടോ? ഇപ്പോൾ ഉണ്ട്. നിങ്ങൾക്ക് ക്ലാസ് തുടങ്ങിയില്ലേ? ഗൂഗിൾ ക്ലാസ് റൂമിൽ ഉണ്ട്. PGക്ക് ടോട്ടൽ എത്ര സർട്ടിഫിക്കറ്റ് കാണും? PGക്ക് ഈ പറഞ്ഞ ഒറ്റ സർട്ടിഫിക്കറ്റ് ഉണ്ടാവുള്ളൂ. അത് PGയുടെ സർട്ടിഫിക്കറ്റ് ആയിരിക്കും കേട്ടോ. വേറെ എന്താണ്? വേറെ എന്തെങ്കിലും ചോദ്യങ്ങൾ ഉണ്ടോ? ഓക്കെ, എല്ലാവരുടെയും സംശയങ്ങൾ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ക്ലിയർ ആയോ? ഓക്കെ, അപ്പൊ എല്ലാവരെയും മോനിഷ പറയൂ. സാറേ, ഞാന് നേഴ്സിംഗ് കഴിഞ്ഞാണ്. പക്ഷെ വർക്ക് ഒരു ചോദ്യം BSc നേഴ്സിംഗ് ആണോ, ജനറൽ നേഴ്സിംഗ് ആണോ, നേഴ്സിംഗ് അസിസ്റ്റന്റ് ആണോ? ജനറൽ നേഴ്സിംഗ്. ജനറൽ നേഴ്സിംഗ്. ഓക്കെ. അപ്പൊ ഞാനിപ്പോ കല്യാണം കഴിഞ്ഞ് പിന്നെ ആ ഫീൽഡിൽ പോയില്ല. ഓക്കെ. ഇപ്പൊ 10-11 വർഷമായി. അപ്പൊ എനിക്ക് പിന്നെ ഇത് PGയിലോട്ട് മാറാൻ പറ്റുമോ? അതിന്റെ എക്സാമും എല്ലാം കഴിഞ്ഞ് മാറാൻ പറ്റും. PGയിലേക്ക് മാറാൻ പറ്റും. അതെ, PGയിലോട്ട് മാറേണ്ട ആളുകളും ടെക്സ്റ്റ് ബുക്ക് ആവശ്യമുള്ള ആളുകളും ചെയ്യേണ്ടത് 3 കൂട്ടരെ സമീപിക്കാം. ഒന്ന്,
എനിക്ക് മെസ്സേജ് ഇടുകയോ വിളിച്ചു പറയുകയോ ചെയ്യാം. വാട്സപ്പിൽ മെസ്സേജ് ഇടുന്നതാണ് കൂടുതൽ നല്ലത്. 2, നിങ്ങളുടെ ഫീസ് കളക്ട് ചെയ്യാൻ വേണ്ടി നിങ്ങളെ വിളിക്കുന്ന അക്കൗണ്ട് സെക്ഷനിലെ PRനോട് പറയാം. 3, നിങ്ങളുടെ അഡ്മിഷൻ എടുത്ത സ്റ്റുഡന്റ് കൗൺസിലറിനോട് പറയാം. ഓക്കെ. മോക്ക് ടെസ്റ്റ് ലോഗിൻ ചെയ്യാൻ പറ്റുന്നില്ലേ? ആർക്കാണ്? സ്മിത പിള്ള. മോക്ക് ടെസ്റ്റ് ലോഗിൻ ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ മോക്ക് ടെസ്റ്റിൽ ക്ലിക്ക് ചെയ്തിട്ട് എന്താണ് കാണിക്കുന്നത് എന്നുള്ള സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എനിക്ക് വാട്സപ്പിൽ ഇടുക. പരിഹാരം പറഞ്ഞു തരും. ഓക്കെ സാർ, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സ് IT പഠിക്കണ്ടേ? IT ഒരു ഭാഗമുണ്ട്. ഇറ്റ് ഈസ് ദ പാർട്ട് ഓഫ് ദ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സ്. IT ഭാഗം വരുന്നുണ്ട്. നെറ്റ്വർക്ക് ഇഷ്യൂ ആവും, അത് കറക്റ്റ് ആയിരിക്കും. ഓക്കെ, അതായത് ഇതാണ് മനസ്സിലാവാൻ പറ്റും. നോക്കാൻ മോക്ക് ടെസ്റ്റ് അല്ലാണ്ട് എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് തരുമോ? എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് ഒന്നും തന്നെ ഇല്ല. എക്സ്ട്രാ ക്വസ്റ്റ്യൻസിനെ കുറിച്ച് നിങ്ങൾ ബോധേഡാകേണ്ടതില്ല. നിങ്ങൾ ഈ പറയുന്ന ടെക്സ്റ്റ് അല്ലാതെ വേറൊരു ഭാഗവും നോട്ടില്ല. ആ ടെക്സ്റ്റ് മാത്രം പഠിച്ചാൽ മതി കേട്ടോ. പ്രിന്റഡ് നോട്ട്, നിങ്ങൾ പ്രിന്റഡ് നോട്ട് വാങ്ങി പഠിക്കുന്നതായിരിക്കും കൂടുതൽ ഉത്തമം എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നിങ്ങൾ ഓരോ ദിവസത്തെ പ്രിന്റ് എടുത്തിട്ടാണ് പഠിക്കുന്നതെങ്കിൽ അത് പഠനം ഒരു ശാസ്ത്രീയമോ സുഗമമോ ആകില്ല. ഇതൊക്കെ നമ്മുടെ എക്സ്പീരിയൻസിന്റെ അടിസ്ഥാനത്തിലാണ് കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ ടെക്സ്റ്റ് പ്രൊവൈഡ് ചെയ്യാൻ തുടങ്ങിയത്. അല്ലെങ്കിൽ നിങ്ങൾ ഒരുമിച്ച് ആ മൊഡ്യൂൾ പ്രിന്റ് എടുക്കുക. ശരി. ഇന്റേൺഷിപ്പ് ഗൾഫ് ഫണ്ട് നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും ഇന്റേൺഷിപ്പ് ചെയ്യാൻ പറ്റും. ഇത് റെക്കോർഡ് ചെയ്തുണ്ടാവില്ലേ? സെഷൻ ഉണ്ടാവും. റെക്കോർഡ് ചെയ്ത് ഗൂഗിൾ ക്ലാസ് റൂമിൽ അവൈലബിൾ ആയിരിക്കും. ഓക്കെ, അപ്പോ ചോദ്യങ്ങളുടെ മഹാസാഗരം അവസാനിച്ചെന്നാണ് തോന്നുന്നത് അല്ലേ? ഇപ്പൊ ഇതുവരെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ സാറിന്റെ നമ്പർ തരാമോ? ഒറ്റയിടി വിളിച്ചാൽ എത്ര തവണ വന്നടാ? ഓക്കെ, 9235 700 300 92 35 9235 700 300 700 300. ഓക്കെ സാർ, നമ്മുടെ ഡിസ്ട്രിക്റ്റിൽ തന്നെ ജോബ് കിട്ടില്ലേ ഇന്റേൺഷിപ്പ് കഴിഞ്ഞാൽ? ഒരുപക്ഷെ നിങ്ങളുടെ വീടിന് അടുത്ത് തന്നെ കിട്ടും. അത് നമ്മുടെ ആ സമയത്ത് വേക്കൻസീസിന്റെ അവൈലബിലിറ്റി അനുസരിച്ചിട്ടല്ലേ? പ്ലേസ്മെന്റ് ആക്കി തരുമോ എന്നല്ലേ? പ്ലേസ്മെന്റിന്റെ കാര്യം ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ജിതിൻ ജോസഫ്, ആ സെഷൻ ഒന്ന് എടുത്ത് കാണുക കേട്ടോ. ഫൈനൽ എക്സാമിന്റെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാവുമോ? മോഡൽ എക്സാം ഉണ്ടാകുമെന്ന് പറഞ്ഞല്ലോ. ഞാൻ ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞ കാര്യങ്ങളാണ്. എല്ലാം ഈ റെക്കോർഡ് സെഷൻ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകും. ഓക്കെ, ഏറെക്കുറെ എല്ലാ ഭാഗങ്ങളെ സംബന്ധിച്ചും പരാമർശിച്ചു പോയി എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇനിയും ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടോ? ഇല്ല എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇനി എന്ത് സംശയങ്ങൾ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ആ നമ്പറിൽ ബന്ധപ്പെടാം. 9235 700 300. എന്തായാലും ഇത്രയും നേരം നിങ്ങളോട് സംവദിക്കാൻ സാധിച്ചതിൽ ഉള്ള സന്തോഷം. ഈ കോഴ്സിൽ പങ്കെടുത്തിട്ടുള്ള ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങൾക്ക് എന്ത് തരത്തിലുള്ള വിമർശനം ഉണ്ടെങ്കിലും അറ്റ് ദാറ്റ് മൊമെന്റ് എന്നെ നിങ്ങൾ അറിയിക്കണോട്ടോ. എന്ത് കാര്യവും നിങ്ങൾ ഓപ്പൺലി നിങ്ങൾ എന്നോട് പറയുക. അപ്പൊ ഇത്ര നേരം പങ്കെടുത്ത് ഈ സംശയങ്ങളൊക്കെ ചോദിച്ച മുഴുവൻ വിദ്യാർത്ഥികൾക്കും എന്റെ സ്നേഹാശംസകള്. ഓക്കെ, അപ്പൊ നമുക്ക് വൈൻഡപ്പ് ചെയ്യാലോ. താങ്ക് യു all of you. Thank you, sir. 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 Thank you, sir.